ഹലോ, ഗുഡ് ഈവനിങ്. കേൾക്കാമോ? ഹലോ, ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ. ആ, ഓക്കെ ഓക്കെ, ശരി ശരി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് സ്ക്രീനും കാണാമല്ലോ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് സയൻസാണ് നോക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സൈക്കോളജിയും മാത്സും ഒക്കെ ആയിരുന്നു എല്ലാവരും പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സയൻസാണ് നോക്കുന്നത്. സയൻസ് അതായത് 5ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റാണ് നമ്മൾ നോക്കുന്നത്. 5ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റ് ഒറ്റയല്ലൊരു ജീവിയും എന്ന് പറയുന്ന യൂണിറ്റാണ് നമ്മൾ നോക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാഠമാണ്. അതിൻ്റെ നമ്മൾ കൂടുതലും നമ്മുടെ സസ്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ, പിന്നെ നമ്മൾ ഈ സസ്യാഹാരികൾ, മാംസാഹാരികൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത കുറേ കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൻ്റെ അകത്തുള്ളത്. പിന്നെ സയൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നല്ല വൈഡായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം 3ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് നമ്മൾ ഉറപ്പായിട്ടും നോക്കിയിരിക്കണം. പിന്നെ ഇപ്രാവശ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ യൂണിറ്റുകളും കവർ ചെയ്ത് പോവും. എല്ലാ ക്ലാസ്സിലെ യൂണിറ്റുകളെല്ലാം നമ്മൾ കവർ ചെയ്ത് പോവും. പക്ഷേ ടെക്സ്റ്റ് നന്നായിട്ട് തന്നെ പഠിക്കണം, കാരണം എവിടെ നിന്നാണ് ചോദ്യം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ ജനറലായിട്ടുള്ള കുറേ കാര്യങ്ങൾ, സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ജനറലായിട്ടുള്ള കാര്യങ്ങളും ഉറപ്പായിട്ടും നോക്കണം. അപ്പം ഇന്ന് നമുക്ക് സയൻസിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ 5ാം ക്ലാസ് തൊട്ട് തുടങ്ങുകയാണ്. 5, 6, 7, പിന്നെ 3ലും 4ലൊക്കെ നമുക്ക് ജസ്റ്റ് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്, പക്ഷെ അതും എടുത്തു പോകും കേട്ടോ. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ഓക്കെ, ഒറ്റ മിനിറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹലോ, കേൾക്കാമല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 5ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റ് തന്നെ നോക്കാം. ഒറ്റയല്ലൊരു ജീവി. അതായത് ഇവിടെ ഒരു പടം തന്നിട്ടുണ്ട്, കണ്ടോ? നമ്മുടെ പൊന്മാനാണ്. പൊന്മാൻ മീനിനെ നോക്കി ഇരിപ്പുണ്ട്, കാരണം പൊന്മാനിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് മീനാണ്. അപ്പോൾ പൊന്മാൻ ഇവിടെ മീനിനെ നോക്കി ഇരിപ്പുണ്ട്. നമുക്കറിയാം, നമ്മുടെ ആവാസ വ്യവസ്ഥ, അതായത് ജീവിയമായിട്ടുള്ളതും അജീവിയമായിട്ടുള്ള ഘടകങ്ങളെല്ലാം കൂടെ ഉൾച്ചേർന്നാണ് ഏത് നമ്മുടെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതായത് ജീവിയ ഘടകങ്ങൾ അജീവിയ ഘടകങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അജീവിയമായിട്ടുള്ള ഘടകങ്ങൾ, അതായത് ജീവനില്ലാത്ത ഘടകങ്ങൾ ജീവനുള്ളവയെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഉൾച്ചേർന്നതാണ് നമ്മുടെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആവാസ വ്യവസ്ഥയിൽ സസ്യങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട്, നമ്മുടെ മനുഷ്യരുണ്ട്, കുഞ്ഞു കുഞ്ഞു സൂക്ഷ്മ ജീവികളുണ്ട്. അപ്പോൾ ഇവയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഈ ആവാസ വ്യവസ്ഥയിൽ ഇവിടെ ആദ്യം തന്നെ പറയുന്നുണ്ട്, ഓരോന്നിനെയും കണക്ട് ചെയ്താണ് ജീവിക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ പക്ഷികൾ, ഈ പൊന്മാൻ്റെ കാര്യം പറഞ്ഞാൽ പൊന്മാൻ മീനിനെ, അതായത് വെള്ളത്തിൽ നിന്നുള്ള മീനിനെ ഭക്ഷണമായിട്ട് എടുക്കുകയാണ്. അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പ്രാണികൾ, പിന്നെ അത് താമസിക്കുന്ന സ്ഥലങ്ങൾ, ആ മരം, അതിനെല്ലാം ആശ്രയിച്ചാണ് ഈ ഒരു പൊന്മാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത്. ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് ഇവ അധികവും താമസിക്കാനായി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ പൊന്മാൻ്റെ സവിശേഷതകൾ അല്ലെങ്കിൽ പൊന്മാനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും നമുക്ക് അങ്ങനെ ചോദിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് ആ ടെക്സ്റ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ അത് വായിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ ആട്, മാന്, മുയൽ, ഇവയുടെ കുറച്ച് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയാം. എന്താണ് ഇവർ കഴിക്കുന്ന സസ്യഭാഗങ്ങൾ മാത്രമേ ഇവർ കഴിക്കുകയുള്ളൂ, അല്ലേ? സസ്യഭാഗങ്ങൾ മാത്രം കഴിക്കുന്ന ജീവികളാണ് ഏത്? നമ്മുടെ മാന്, മുയൽ, ആട്, പിന്നെ ആന, ഇവയെല്ലാം പശു, ഇവയെല്ലാം എന്താണ്? നമ്മുടെ സസ്യഭാഗങ്ങൾ മാത്രം കഴിക്കുന്ന ജീവികളാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയും? സസ്യാഹാരികളെന്ന് പറയും, അല്ലേ? അതായത് സസ്യഭാഗങ്ങൾ മാത്രം കഴിക്കുന്നവൾ നമ്മൾ പറയുന്നതാണ് സസ്യാഹാരികൾ എന്നുള്ളത്. സസ്യഭാഗങ്ങൾ മാത്രം കഴിക്കുന്നവർ, അതായത് സസ്യഭാഗങ്ങൾ മാത്രം ആഹാരമാക്കുന്നതാണ് സസ്യാഹാരികളെന്ന് പറയും. ഇനി മാംസം മാത്രം കഴിക്കുന്നവരെയാണ് നമ്മൾ എന്ത് പറയും? മാംസാഹാരികളെന്ന് പറയും, അല്ലേ? മാംസം മാത്രമാണെങ്കിൽ മാംസാഹാരികളെന്നും പറയും. അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. മാംസം മാത്രം കഴിക്കുന്നവരെയാണെങ്കിൽ മാംസാഹാരികളെന്ന് പറയും. സസ്യം മാത്രം കഴിക്കുന്നവരാണെങ്കിൽ സസ്യാഹാരികൾ, മാംസം മാത്രം കഴിക്കുന്നവരാണെങ്കിൽ മാംസാഹാരികളെന്ന് പറയും. ഇനി രണ്ടും, അതായത് സസ്യഭാഗവും കഴിക്കും, അതുപോലെ തന്നെ മാംസവും കഴിക്കുന്നവരാണെങ്കിൽ നമ്മൾ എന്ത് പറയും?
അവരെയാണ് നമ്മൾ മിശ്രാഹാരികളെന്ന് പറയുന്നത്. അതായത് എന്താ നമ്മുടെ മാംസഭാഗങ്ങളും കഴിക്കും, അതുപോലെ തന്നെ സസ്യഭാഗങ്ങളും കഴിക്കുന്ന രണ്ടും കഴിക്കുന്നവരാണ്. നമ്മളൊക്കെ ആണെങ്കിൽ എന്താ മിശ്രാഹാരികളുടെ ഗണത്തിൽപ്പെടുന്നത്. കാരണം നമ്മൾ പച്ചക്കറികളും കഴിക്കും, അതുപോലെ തന്നെ എന്താ ഇറച്ചിയും മീനും എല്ലാം കഴിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളെന്താ മിശ്രാഹാരികളുടെ ഗണത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നോക്കിയാൽ മതി. ഇത് മാന്, മുയൽ, പശു, ആടൊക്കെ ആണെങ്കിൽ എന്തിൽ വരും? നമ്മുടെ സസ്യാഹാരികളുടെ ഗണത്തിൽ വരും. മാംസം മാത്രം കഴിക്കുന്നതാണ് നമ്മുടെ സിംഹവും പുലിയും കടുവയും, ഇതെല്ലാം മാംസം മാത്രം കഴിക്കുന്നവരാണ്. അപ്പോൾ അത് മാംസാഹാരികൾ. ഇനി മിശ്രാഹാരികളാണെങ്കിലോ നമ്മൾ മനുഷ്യർ പെടുന്നതാണ്. പിന്നെ ഈ കാക്ക ഇവരെല്ലാം എന്താ നമ്മുടെ പച്ചക്കറികൾ, അതായത് വേസ്റ്റ് ഐറ്റംസും കഴിക്കും, അല്ലാതെ തന്നെങ്കിൽ ഇറച്ചി അങ്ങനത്തെ സാധനങ്ങളെല്ലാം കഴിക്കും. അപ്പോൾ ഇതെല്ലാം മിശ്രാഹാരികളുടെ അകത്ത് പെടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങളൊന്ന് ഓർത്താൽ മതി. പിന്നെ നമുക്കറിയാമല്ലോ എന്താണ് സസ്യാഹാരികൾ, എന്താണ് മാംസാഹാരികൾ, എന്താണ് മിശ്രാഹാരികൾ എന്നൊക്കെ. അപ്പോൾ ഇവിടെ ഒരു ഫുഡ് ചെയിൻ തന്നിട്ടുണ്ട്. അതായത് എപ്പോഴും നമ്മുടെ ഈ ഒരു ഫുഡ് വെബിൻ്റെ ആ ഒരു കാര്യം ഓർത്തിരിക്കണം. നമ്മുടെ ഈ ഒരു ആഹാര ശൃംഖലാജാലത്തിൻ്റെ, അതായത് ഫുഡ് വെബിന് അല്ലെങ്കിൽ ഫുഡ് ചെയിൻ്റെ ഫസ്റ്റ് വരുന്ന എപ്പോഴും ആരാണ്? അല്ലെങ്കിൽ ഉൽപ്പാദകർ എന്ന് പറയുന്ന എപ്പോഴും ആരാണ്? നമ്മുടെ സസ്യാഹാരികളാണ്. സസ്യമാണ് ഏറ്റവും ആദ്യത്തെ ആ ഒരു ഫുഡ് ചെയിനിൻ്റെ ഫസ്റ്റ് നിൽക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത്. ഏറ്റവും അവസാനം വരുന്നതായിരിക്കും നമ്മുടെ മിശ്രാഹാരികൾ. നടുക്ക് വരുന്നതാണ് നമ്മുടെ മാംസാഹാരികൾ. എപ്പോഴും ക്വസ്റ്റ്യനിൽ വരുന്നത് ഒരു ഭക്ഷ്യ ശൃംഖലാജാലത്തിന് അല്ലെങ്കിൽ ആഹാര ശൃംഖലാജാലത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്ലാന്റ്സ് ആയിരിക്കും, അതായത് സസ്യങ്ങളായിരിക്കും ഏറ്റവും ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത്. അപ്പോൾ അവരാണ് ഉൽപ്പാദകർ എന്ന രീതിയിൽ, നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ വരുന്നുണ്ട്, അവരാണ് ഉൽപ്പാദകർ എന്ന രീതിയിൽ വരുന്നത്. അപ്പോൾ എന്താണ് ഫുഡ് വെബ് എന്ന് ചോദിച്ചാൽ, ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. നമ്മൾ ചെടികൾ, ഇപ്പോൾ ആ ഒരു ചെടി എന്താ കുഞ്ഞു കുഞ്ഞു പ്രാണികൾ കഴിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാണീനെ തവള പിടിക്കുന്നു, തവളേനെ പാമ്പ് പിടിക്കുന്നു, പാമ്പിനെ വലിയ കഴുകൻ വന്ന് പിടിക്കുന്നു. അങ്ങനെ ഓരോരുത്തർ ആഹാരത്തിനായിട്ട് ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജീവികളുടെ പരസ്പര ബന്ധമാണ് എന്ത്? ആഹാര ശൃംഖലാജാലം, ഫുഡ് വെബ് എന്ന് പറയുന്നത്. ആഹാരത്തിനായിട്ട് ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. ജീവികളുടെ ഈ പരസ്പര ബന്ധത്തെയാണ് എന്ത് നമ്മൾ പറയുന്നത്? ആഹാര ശൃംഖല ജാലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കണ്ണിയിൽ ഏതെങ്കിലും, നമ്മൾ താഴോട്ട് വരുമ്പോൾ ഒരു കടുവയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ണികൾ നോക്കി, ഇവിടെ മരത്തെ ആശ്രയിക്കുന്ന മാനുണ്ട്, നമ്മുടെ കാളയുണ്ട്, ഇതിനെ രണ്ടിനെയും കഴിക്കുന്ന നമ്മുടെ കടുവയുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് പ്ലാന്റ്, സസ്യം എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് അതിനെ ആശ്രയിക്കുന്ന മാന്, പിന്നെ എന്താ നമ്മുടെ കാള അല്ലെങ്കിൽ പശു, അതിനെ ആശ്രയിക്കുന്ന കടുവ. ഇവിടെ ഏതെങ്കിലും ഒരു കണ്ണി മിസ്സായാൽ ബാക്കിയുള്ളവർക്ക് ആഹാരത്തിനായിട്ട് അത് ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അപ്പം നോക്കിക്കേ, ഇനി അടുത്തത് വരുന്നത് ശൃംഖലകൾ കടലിലും, നമ്മുടെ കരയിൽ മാത്രമല്ല കടലിലും ഉണ്ട്. ഇതുപോലെ സ്രാവ്, മത്തി, ചെറുമീനുകൾ, കടലാമ, പ്ലവകങ്ങൾ. ഓക്കെ, കടലാമകളുണ്ട്, ഈ മത്തി കുഞ്ഞു ജീവികളെയൊക്കെ നമ്മുടെ സ്രാവ് കഴിക്കുന്നുണ്ട്. കടലാമകളൊക്കെ ആണെങ്കിൽ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ കഴിക്കുക. അതുപോലെ തന്നെ ഈ പ്ലവകങ്ങൾ, കുഞ്ഞു കുഞ്ഞു പായലുകൾ, അങ്ങനത്തെ എല്ലാം നമ്മുടെ കടലിലുള്ളതാണ്. അപ്പോൾ ഈ ഒരു ജീവികൾ ഇതെല്ലാം പരസ്പരം ആശ്രയിച്ചാണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി സ്ക്രീൻ കാണുന്നില്ലേ? ആണോ? എല്ലാവർക്കും കാണുന്നില്ല എന്നാണോ? ഹലോ, കാണാം. ആണോ? ഓക്കെ, ആണോ? എന്നാൽ റേഞ്ചിൻ്റെ പ്രശ്നമായിരിക്കും കേട്ടോ. ഒന്ന് ലെഫ്റ്റായിട്ടൊന്ന് കയറി നോക്കിക്കേ, ചിലപ്പോൾ റേഞ്ചിൻ്റെ പ്രശ്നമായിരിക്കേ. ബാക്കിയുള്ളവർക്ക് കാണാവോ? ഓക്കെ, ശരി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉത്പാദകരാണിവ. അതായത് നമ്മൾ പറഞ്ഞു ആ ഒരു ഫുഡ് വെബ് അല്ലെങ്കിൽ ആഹാര ശൃംഖലാജാലത്തിൻ്റെ ഫസ്റ്റ് നിൽക്കുന്ന സസ്യങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ കടലിലെ കാര്യങ്ങൾ എടുത്താൽ ഇവിടുത്തെ ആദ്യത്തെ ഉൽപ്പാദകർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ പ്ലവകങ്ങളാണ് ആദ്യത്തെ ഉൽപ്പാദകർ എന്ന് പറയുന്നത്. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകർ എന്ന് പറയുന്ന ആരാണ്? പ്ലവകങ്ങളാണ്. അതായത് ഒഴുകി നടക്കുന്ന ഒരു സമുദ്രങ്ങളിലെ ജലാശയങ്ങളിൽ ഒഴുകി നടക്കുന്ന ഒരു ചെറു സസ്യങ്ങളാണ് നമ്മുടെ ഈ പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഫോട്ടോ ഈ മേളിൽ കൊടുത്തിരിക്കുന്നത്, ഇതാണ് നമ്മുടെ പ്ലവകങ്ങൾ. ഏകദേശം ഒരു പായലൊക്കെ പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഈ പ്ലവകങ്ങൾ പിന്നെ ചെറു മീനുകൾ കഴിക്കുന്നു, ചെറു മീനുകളെ പിന്നെ വലിയ മീനുകൾ ആഹാരമാക്കുന്നു. അപ്പോൾ ഈ
സമുദ്രത്തിലെ അല്ലെങ്കിൽ ജലാശയങ്ങളിലെ അവിടുത്തെ ആവാസ വ്യവസ്ഥയിലെ ഏറ്റവും ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആദ്യത്തേത് ഉൽപാദകരെന്ന് പറയുന്ന പ്ലവകങ്ങളാണ്. നമ്മുടെ കരയിലെ ആണെങ്കിലോ അത് സസ്യങ്ങളാണ്, സമുദ്രത്തിലെ വരുമ്പോൾ അത് പ്ലവകങ്ങളാണ്. ഈ ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ, അതാണ് ആദ്യത്തെ കണ്ണിയായിട്ട് വരുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ജീവി, ആഹാരം. ജീവിയാണെങ്കിൽ ഏതാ? സ്രാവ്, അതിൻ്റെ ആഹാരമായിട്ട് വരുന്നതാണ് നമ്മുടെ കണവ, മീനുകൾ, കടലാമ. മത്തിയാണെങ്കിൽ എന്താ? ചെറുമീനുകൾ, പ്ലവകങ്ങൾ. കടലാമയാണെങ്കിൽ സസ്യഭാഗങ്ങൾ, മീനുകൾ. ചെറുമീനുകളാണെങ്കിൽ പ്ലവകങ്ങൾ കഴിക്കുന്നു. ഈ ചെറുമീനുകൾ പ്ലവകങ്ങൾ കഴിക്കുന്നു. അവയെ ആര്? നമ്മുടെ കടലാമയെ കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മത്തി കഴിക്കുന്നുണ്ട്, നമ്മുടെ ചെറുമീനുകൾ. ഈ മത്തി അല്ലെങ്കിൽ ഇതുപോലത്തെയുള്ള കുഞ്ഞു മീനുകളെയും വലിയ മീനുകളെയും എല്ലാം ആര് കഴിക്കുന്നുണ്ട്? നമ്മുടെ സ്രാവ് പോലത്തെ വലിയ മീനുകൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആവാസ വ്യവസ്ഥ. അതായത് പരസ്പരം ആഹാരത്തിനായിട്ട് ജീവികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ആദ്യം പറഞ്ഞ ഫുഡ് വെബ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഇത്രയും ഭാഗത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഫുഡ് വെബ്, അതായത് ആഹാര ശൃംഖലാജാലകം എന്താണെന്നും ആദ്യത്തെ കണ്ണിയായിട്ട് വരുന്ന ആരാണ്? സസ്യം. പ്ലാന്റ്സ് ആണ് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഉൽപാദകരായിട്ട് നിൽക്കുന്നത് സസ്യമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ സമുദ്രത്തിലെ ആണെങ്കിലോ അതും ഒരു ചെറു സസ്യമാണ്. അതിന് പറയുന്ന പേര് ഏതാണ്? പ്ലവകങ്ങൾ എന്നാണ് അതിന് പറയുന്ന പേര്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്താൽ മതി. പിന്നെ നമ്മുടെ സസ്യാഹാരികൾ ആരൊക്കെ, മാംസാഹാരികൾ ആരൊക്കെ, മിശ്രാഹാരികൾ ആരൊക്കെ എന്നുള്ള എക്സാമ്പിൾസ് ജസ്റ്റ്, അത് പിന്നെ നമുക്ക് ഏകദേശം എക്സാമ്പിൾസ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് 2-3 തവണ ചോദിച്ചിട്ടുണ്ട്, ഇതിൽ സസ്യാഹാരികളിൽ ഉൾപ്പെടാത്തത്, അല്ലെങ്കിൽ മാംസാഹാരികളിൽ പെടുന്നത്, അല്ലെങ്കിൽ മിശ്രാഹാരികളിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ ആ എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് എത്ര ആഹാരബന്ധങ്ങൾ, അതായത് നമ്മൾ പറഞ്ഞു ഓരോരുത്തരെ കണക്ട് ചെയ്താണ്. ഇപ്പം മരത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ജീവികളുണ്ട്, വെള്ളത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ജീവികളുണ്ട്, കരയിൽ മാത്രം താമസിക്കുന്ന ജീവികളുണ്ട്. അപ്പോൾ ഓരോന്നും അതിൻ്റെ നിലനിൽപ്പിനായിട്ട് ഓരോന്നിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നമ്മുടെ തവള, പറന്നു വരുന്ന നമ്മുടെ തുമ്പി, ഈച്ച, ഇതിനെയെല്ലാം നോക്കിയായിരിക്കുന്നത്. മീനാണെങ്കിൽ കുഞ്ഞു ചെറു സസ്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഞണ്ടൊക്കെ ആണെങ്കിൽ ഈ മീനിനെ നോക്കിയിരിക്കുന്നത്. നമ്മുടെ കൊക്ക അവിടെ ഇരിപ്പുണ്ട്, കൊക്കൊക്കെ ആണെങ്കിൽ ഈ മീനിനെ നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇനി ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതായത് ജീവനുള്ളവ, ജീവനില്ലാത്തവ എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ കല്ല്, മണ്ണ്, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കസേര, അല്ലെങ്കിൽ ഡെസ്ക്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ജീവനില്ലാത്തവ നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ ജീവനുള്ളവയാണെങ്കിൽ നമ്മൾ മനുഷ്യരുണ്ട്, മൃഗങ്ങളുണ്ട്, കുഞ്ഞു പ്രാണികളുണ്ട്, സൂക്ഷ്മജീവികളുണ്ട്. ഇവയെല്ലാം ജീവനുള്ളവയാണ്. അപ്പോൾ ഇതിൽ ആ ഒരു കുളത്തിൻ്റെ ഇത് തന്നിട്ട് അതിൽ ജീവനുള്ളവ ഏതൊക്കെ, ജീവനില്ലാത്തവ ഏതൊക്കെയെന്ന് ജസ്റ്റ് നമ്മളോട് ചോദിച്ചിട്ടേ ഉള്ളൂ. അത് നമുക്ക് നമ്മുടെ കേറ്ററ്റിന് വലിയധികം ആവശ്യമുള്ള ഒരു കാര്യമല്ല അത്. പിന്നെ അത് ജസ്റ്റ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നതുകൊണ്ട് മാത്രം അത് പറഞ്ഞു. അതായത് മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? സൂര്യപ്രകാശം വേണം, ജലസസ്യങ്ങൾ വേണം, ജലം ആവശ്യമാണ്, അല്ലേ? മത്സ്യത്തിന് ജീവിക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ? ജലമാണ്. പിന്നെ സൂര്യപ്രകാശം വേണം, ജലസസ്യങ്ങൾ വേണം, പിന്നെ അതിൽ കുഞ്ഞു പ്രാണികൾ അല്ലെങ്കിൽ അവയുടെ ആഹാരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വേണം. ഇതെല്ലാം മത്സ്യത്തിന് നിലനിൽക്കാൻ വേണ്ടതാണ്. ഇതുപോലെ തന്നെയാണ് ഓരോ ജീവികളുടെയും. നമ്മൾ മനുഷ്യരായിക്കോട്ടെ, നമുക്കെല്ലാം ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഫുഡ് അല്ലെങ്കിൽ വായു, വെള്ളം, പിന്നെ നമ്മൾ താമസിക്കുന്ന നമ്മുടെ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. അതൊന്നും ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഇനി ആവാസം എന്താണ്? നമ്മൾ പറഞ്ഞായിരുന്നു ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും എല്ലാം ഒരുമിച്ച് വസിക്കുന്നതാണ് ആവാസ വ്യവസ്ഥ. നമ്മൾ പറഞ്ഞായിരുന്നു നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് വയലെന്ന് പറയുന്നത്. മത്സ്യത്തിന് പുറമെ മറ്റു പല ജീവികളുടെയും ആവാസമാണിത്, ഹാബിറ്റാറ്റ്. അതായത് ഒരു വയലെടുത്താൽ ആ വയലിൽ കുഞ്ഞു ജീവികൾ തൊട്ട് പശു, ആടായാലും നമ്മളതിനെ മേയ്ക്കാൻ വിടുന്നത് വരെ, പിന്നെ ഈ കുഞ്ഞു മത്സ്യങ്ങളൊക്കെ വയലിൽ വെള്ളം കയറുമ്പോൾ അതിൻ്റെ അകത്ത് ജീവിക്കാറുണ്ട്. അപ്പോൾ ഈ ഓരോന്നിനെയും ആവാസം എന്ന് പറയുമ്പോൾ അതായിരിക്കുന്ന സ്ഥലങ്ങൾ, അത് ജീവിക ഘടകങ്ങളായിക്കോട്ടെ അജീവിക ഘടകങ്ങളായിക്കോട്ടെ, അതായിരിക്കുന്ന അവസ്ഥ, അതിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം ആയിരിക്കുന്ന ഒരു സ്ഥലം, അതാണ് അതിൻ്റെ ആവാസം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു പിക്ചറൊക്കെ തന്നിട്ട് ജൈവവൈവിധ്യ ഉദ്യാനം, നമുക്കറിയാം ജൈവവൈവിധ്യ ഉദ്യാനത്തിന്
നമ്മുടെ ഗ്രാസ് ഹോപ്പറുണ്ട്, പൂമ്പാറ്റകളുണ്ട്, തുമ്പികളുണ്ട്, വിവിധ തരത്തിലുള്ള പക്ഷികളുണ്ട്, വണ്ടുകളുണ്ട്, പൂവിൻ്റെ മേൽ തേൻ കുടിക്കാൻ വരുന്നവരുണ്ട്, കുഞ്ഞു കുഞ്ഞു കിളികളുണ്ട്. ഇതെല്ലാം അവരുടെ ഒരു ആവാസമാണ് ജൈവവൈവിധ്യ ഉദ്യാനം, അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം ഇതിലുണ്ട്. അങ്ങനെ ജസ്റ്റ് അത് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ നമുക്കറിയാവുന്ന കുറേ ആവാസ വ്യവസ്ഥകളാണ് പുൽമേടുകൾ, മരുഭൂമികൾ, ഇതുപോലെയുള്ള മഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങൾ. ഈ ധ്രുവക്കരടികൾ അല്ലെങ്കിൽ പെൻഗ്വിൻസിനൊക്കെ എന്താണ് നമ്മുടെ ഡെസേർട്ടിലൊക്കെ കൊണ്ടുപോയിട്ട കാര്യമുണ്ടോ? ഇല്ല. അവരുടെ ആവാസം എന്ന് പറയുന്നത് എന്താണ്? മഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങളാണ്, അല്ലെങ്കിൽ കൂടുതൽ ഐസ് കട്ടകൾ അങ്ങനെ നിറഞ്ഞ പ്രദേശങ്ങളാണ് ഈ പെൻഗ്വിൻ, ധ്രുവക്കരടികൾ, അതിനെല്ലാം ജീവിക്കാൻ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഡെസേർട്സിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഒട്ടകത്തിനൊക്കെ മരുഭൂമികളാണ് ഏറ്റവും നല്ലത്. പിന്നെ പുൽമേടുകൾ, കണ്ടൽ കാടുകൾ, ഇതെല്ലാം ഓരോ തരത്തിലുള്ള ആവാസങ്ങളാണ്. വിവിധ തരം ആവാസങ്ങളുടെ ഫോട്ടോസാണ് തന്നിരിക്കുന്നത്. നമ്മുടെ പുൽമേടുകൾ, മരുഭൂമികൾ, കണ്ടൽ കാടുകൾ, പിന്നെ തണുപ്പ് നിറഞ്ഞ പ്രദേശങ്ങൾ, ഇതെല്ലാം ഓരോ ആവാസ വ്യവസ്ഥകളാണ്. നമ്മുടെ മനുഷ്യരെ ഇപ്പം നമ്മളെ കൊണ്ടുപോയി ഒരു ഐസ് ക്യൂബിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് നമുക്കത് പെട്ടെന്ന് അതിനോടൊന്ന് ഇണങ്ങാൻ ഭയങ്കര പാടാണ്. അല്ലെങ്കിൽ നമ്മൾ ചൂടുള്ള ഹീറ്ററും ചൂടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്തൊന്ന് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 2 ജീവികളുടെ ആഹാരക്കാർഡുകൾ തന്നിട്ടുണ്ട്. അതായത് കാക്കയാണെങ്കിൽ ചെറുജീവികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, മൃതാവശിഷ്ടങ്ങൾ. അതായത് കാക്ക എന്തിൻ്റെ അകത്ത് പെടുന്നതാണ്? ഒരു മിശ്രാഹാരിക്കകത്ത് പെടുന്നതാണ് നമ്മുടെ കാക്ക എന്ന് പറയുന്നത്. ഞാനിവിടെ മിശ്രാഹാരികൾ എഴുതിയിട്ടുണ്ട്. കാക്ക ഇതിൻ്റെ അകത്ത് പെടുന്നതാണ്, മിശ്രാഹാരികളുടെ അകത്ത് പെടുന്നതാണ് നമ്മുടെ കാക്കയൊക്കെ. ആട് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു എന്തിൻ്റെ അകത്ത് പെടുന്ന? പുല്ല്, ഇലകൾ, ധാന്യങ്ങളൊക്കെ കഴിക്കുന്നതാണെങ്കിൽ നമ്മുടെ ആട് എവിടെയാ? സസ്യഭുക്ക് അല്ലെങ്കിൽ സസ്യാഹാരികൾ എന്ന ഗണത്തിൽ പെടുന്നതാണ് നമ്മുടെ ആട്. ഓക്കെ, ഇനി കൂടിയാലും കുറഞ്ഞാലും ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. എന്തുകൊണ്ട് കടുവ സംരക്ഷണം? നമ്മൾ പറയും കടുവകൾ ഉപദ്രവകാരികളാണ്. നമ്മളെപ്പോഴും ന്യൂസ് എല്ലാം കാണുന്നതാണ്. കടുവകൾ ആക്രമിച്ചു, പുല്ല് എത്താൻ പോയവരെയൊക്കെ ആക്രമിച്ചു, പശുക്കളെ കൊന്നിട്ടു, നമ്മുടെ പട്ടിയെയൊക്കെ കടിച്ചുകൊണ്ട് പോകുന്നത്, വീട്ടുമുറ്റത്തിരുന്ന പട്ടീനെയൊക്കെ കടിച്ചുകൊണ്ട്, അങ്ങനെയൊക്കെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നിട്ടും മയക്കുവെടി വെച്ച് കൊണ്ടുപോയി നമ്മൾ വന്യജീവി സങ്കേതത്തിലൊക്കെ കൊണ്ടുപോയി കടുവയെ സംരക്ഷിക്കുകയാണ് കൂടുതലും ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ട് കടുവ സംരക്ഷണം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു റീസൺ. അതായത് ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽ പെടുന്ന ജീവിയാണ് ആര്? നമ്മുടെ കടുവ എന്ന് പറയുന്നത്. അതായത് ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണി എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ മാംസഭുക്കായിട്ട് വരുന്നതാണ് നമ്മുടെ കടുവ. ഒരാവാസ വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട്. അതായത് എല്ലാവർക്കും, അതിപ്പം സസ്യാഹാരികളായിക്കോട്ടെ അല്ലെങ്കിൽ മാംസാഹാരികളായിക്കോട്ടെ മിശ്രാഹാരികളായിക്കോട്ടെ, അവിടെ നിലനിൽക്കുന്ന എല്ലാ ജീവികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇവരെല്ലാവരും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരാളുടെ എണ്ണം കുറഞ്ഞു പോയാൽ ബാക്കിയുള്ള എല്ലാവരെയും അത് അഫക്റ്റ് ചെയ്യും. അതായത് ആ ഭക്ഷ്യശൃംഖലയിൽ ഏതെങ്കിലും ഒരു കണ്ണിയിലെ അളവ് കുറഞ്ഞാൽ അത് ബാക്കിയുള്ളവയെല്ലാം അഫക്റ്റ് ചെയ്യും. ഇപ്പം നമുക്ക് പ്ലാന്റ്സ്, സസ്യങ്ങളൊന്നും ഇല്ല, നമ്മുടെ ലോകത്തിൽ സസ്യങ്ങളൊന്നും ഇല്ല എങ്കിൽ എന്താണ് പ്രശ്നം? ഇതുപോലെയുള്ള ആട്, പശു അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊന്നും സസ്യങ്ങൾ മാത്രം കഴിക്കുന്നവ ഉണ്ടാകില്ല. ഇനി സസ്യങ്ങൾ മാത്രം കഴിക്കുന്നവ ഇല്ല എങ്കിലോ മാംസാഹാരികൾക്ക് പറ്റില്ല, അവർക്കും ജീവിക്കാൻ പറ്റില്ല. ഇനി അവരില്ല എങ്കിൽ നമ്മൾ മനുഷ്യരില്ല, പിന്നെ ലോകമില്ല എന്ന് തന്നെ പറയും. ഇത് ഭൂമിയിൽ ജലമുണ്ട്, പച്ചപ്പുണ്ട്, ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ മനുഷ്യ ജീവനുണ്ട്, അതുകൊണ്ടാണല്ലോ നമ്മൾ ഭൂമിയിൽ മാത്രമേ ജീവനുള്ളൂ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഗ്രഹങ്ങളിലൊന്നും ഇങ്ങനെ ഇത്രയും വെള്ളം അല്ലെങ്കിൽ വായു, മനുഷ്യർ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഭൂമിയിൽ ജീവനുണ്ട് എന്നാണ് പറയുന്നത്. ജീവനുള്ളത് കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ണിയിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ അത് ബാക്കിയുള്ളതിനെ എല്ലാം അഫക്റ്റ് ചെയ്യും. ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയ മുറിവുണ്ടെങ്കിൽ, ഇപ്പോൾ കയ്യിൽ ഒരു വിരൽ മുറിഞ്ഞാൽ ആ വിരലിൻ്റെ ഭാഗത്ത് മാത്രമല്ല നമ്മുടെ ബോഡി മൊത്തം അത് അഫക്റ്റ് ചെയ്യും. നമ്മുടെ ബ്രെയിൻ തൊട്ട്, ബ്രെയിനാണല്ലോ ഇത് ആദ്യം ഈ ഒരു മെസ്സേജ് വരുന്നത് തന്നെ, ബ്രെയിനാണ് പിന്നെ ബാക്കിയുള്ള പാർട്സിലേക്കെല്ലാം പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു ഫുഡ് വെബിലെ ഏതെങ്കിലും ഒരു കണ്ണിയിൽ കുറവ് സംഭവിച്ചാൽ അത് ബാക്കിയുള്ള എല്ലാത്തിനെയും അഫക്റ്റ് ചെയ്യും. പിന്നെ പറയുന്നുണ്ട് ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവിവർഗങ്ങൾ നശിച്ചാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റു ജീവിവർഗങ്ങൾ ഉണ്ടായെന്ന് വരാം. അതായത് താഴെ കണ്ണി എന്ന് പറയുമ്പം നമ്മുടെ സസ്യങ്ങളെ കഴിക്കുന്ന കുഞ്ഞു കുഞ്ഞ്
പ്രാണികളൊക്കെ ഇല്ലേ, അതായത് ചെറിയ ചെറിയ എന്താ ഇപ്പം പുൽച്ചാടികൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രാണികൾ, തുമ്പി, പൂമ്പാറ്റ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ, അതൊക്കെ നശിച്ചാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന വേറെ മറ്റ് ജീവികൾ ഉണ്ടായെന്ന് വരാം. അതായത് ആട്, പശു, കുഞ്ഞു കുഞ്ഞു പ്രാണികൾ പോയാലും ഇച്ചിരി വലിയ നമ്മുടെ ആട്, പശു, മാന, മുയൽ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ കടുവയെ പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റു ജീവികൾ അധികമില്ല. അതായത് മാംസാഹാരികൾ മാത്രം. ഇത് കടുവയൊക്കെ മാംസാഹാരികൾ എന്ന ഗണത്തിൽ മാത്രം പെടുന്നു. അപ്പോൾ ഈ കടുവയെ പോലെയുള്ള ജീവികൾ ഇല്ലാതായാലും പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റു ജീവികൾ അധികമില്ല. അതായത് ഈ നമ്മുടെ മാന് അല്ലെങ്കിൽ ഇങ്ങനെ ഇറച്ചി എന്ന രീതിയിലാണല്ലോ മാംസാഹാരികൾ വരുന്നത്. അപ്പോൾ അത് കഴിക്കാൻ അല്ലെങ്കിൽ അതിനെ ആഹാരത്തിനായിട്ട് കടുവകൾ, സിംഹം അതൊന്നും ഇല്ല എങ്കിൽ നമ്മുടെ ഈ എന്താ ഇറച്ചി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ കിടന്ന് അത് വേസ്റ്റായി പോവുള്ളൂ. അപ്പോൾ അത് ഈ കടുവകളെ സംരക്ഷിക്കുന്നതിൻ്റെ ഒരു മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ കടുവയെ പോലുള്ള ജീവികൾ ഇല്ലാതായാൽ ആ ധർമ്മം നിർവഹിക്കാൻ, അവരുടെ മാംസാഹാരികൾ എന്നുള്ള ആ ഒരു ഇത് നിർവഹിക്കാൻ മറ്റ് ജീവികൾ അധികമില്ല. കൂടുതലും വരുന്നത് നമ്മുടെ സസ്യാഹാരികളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത്. മാംസാഹാരികൾ വളരെ കുറവാണ്. അല്ലെങ്കിൽ കടുവ, സിംഹം, പിന്നെ നമ്മുടെ പുലി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ മാംസാഹാരികൾ എന്ന ഗണത്തിൽ പെടുന്നുള്ളൂ. പിന്നെ നമ്മൾ മനുഷ്യരേ ഉള്ളൂ. പക്ഷെ മനുഷ്യർ മിശ്രാഹാരികളാണ്. നമ്മൾ സസ്യങ്ങളാണ് കൂടുതലും കഴിക്കുന്നത് മാംസത്തെക്കാട്ടിലും. അപ്പോൾ മനുഷ്യർ മിശ്രാഹാരികൾ എന്ന ഗണത്തിൽ പെടുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ കടുവയെ സംരക്ഷിക്കുന്നത്. അതായത് ഇതൊക്കെ കൂടുതൽ സ്കൂൾ ടെക്സ്റ്റിൽ അവർക്ക് എസ്സേ എന്ന പോലെ എന്തുകൊണ്ട് കടുവ സംരക്ഷണം, എന്തുകൊണ്ട് കടുവയെ സംരക്ഷിക്കണം എന്ന് ചോദിച്ചാൽ ഇതാണ് മെയിൻ റീസൺ. അതായത് കടുവയെ പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റ് ജീവികൾ അധികമില്ല. അതിനാൽ കടുവയെ പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യമർഹിക്കുന്നു. കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനായും സംരക്ഷിക്കപ്പെടുന്നു. അപ്പോൾ എന്താ കടുവയെ സംരക്ഷിക്കണമെന്ന് പറയുന്നതിൻ്റെ മെയിൻ ആവശ്യം ഇതാണ്. കടുവയെ പോലെ അതിൻ്റെ ധർമ്മം നിർവഹിക്കാൻ വേറെ ഇതില്ല, അധികമായിട്ടുള്ള ജീവികളില്ല. അതുപോലെ തന്നെ കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനായും സംരക്ഷിക്കപ്പെടുന്നു. ഇനി ഇവിടെ കുറച്ച് അധിനിവേശക്കാരുണ്ട്. അത് നോക്കി, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് നമ്മുടെ ആഫ്രിക്കൻ മുഷി. അതിപ്പോൾ നമ്മുടെ നാടുകളിൽ ഉണ്ട്, ചിലയിടത്തൊക്കെ ഉണ്ട് നമ്മുടെ ആഫ്രിക്കൻ മുഷി. അത് കൂടുതലും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവ വളരെ പെട്ടെന്ന് വളർന്നു പെരുകുന്നു. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി ഇവ കാണപ്പെടുന്നു. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല. നമ്മുടെ നാട്ടിലെ കുളത്തിലേക്ക് ആഫ്രിക്കൻ മുഷി എത്തിയാൽ ആവാസത്തിന് എന്ത് സംഭവിക്കും? എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ഈ ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കുളമുണ്ട്, അതിൻ്റെ അകത്ത് നമ്മുടെ സാധാരണ ഗപ്പി, പിന്നെ എന്താ നമ്മുടെ കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അതിൻ്റെ അകത്തോട്ട് നമ്മുടെ ഈ ആഫ്രിക്കൻ മുഷീനെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ എന്താ, ഇതിനെയെല്ലാം ഈ ആഫ്രിക്കൻ മുഷി കഴിക്കുകയും ചെയ്യും. ആഫ്രിക്കൻ മുഷി മാത്രം ആയിട്ട് നമ്മുടെ കുളങ്ങൾ നിൽക്കുകയും ചെയ്യും. അപ്പോൾ വേറൊരു എന്താ മത്സ്യങ്ങളോ വേറെ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് പറയാനൊന്നും അതിൻ്റെ അകത്ത് കാണത്തില്ല. ജസ്റ്റ് ഈ ആഫ്രിക്കൻ മുഷി മാത്രമേ അതിൻ്റെ അകത്ത് കാണുള്ളൂ. നിങ്ങളുടെ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും അധിനിവേശ ജന്തുക്കളും സസ്യങ്ങളും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഇപ്പം അധിനിവേശ സസ്യങ്ങൾക്ക് ഉദാഹരണം എന്ന് പറയാൻ ഈ ആഫ്രിക്കൻ പായൽ അല്ലെങ്കിൽ തോട്ടപ്പയർ, പിന്നെ ധൃതരാഷ്ട്രപ്പച്ച, ആനത്തൊട്ടാവാടി എന്നൊക്കെ പറയുന്ന കുറേ ചെടികളൊക്കെ ഉണ്ട്. ഇതെല്ലാം അധിനിവേശ സസ്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം വന്നാൽ നമ്മളവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. പക്ഷേ അതിവിടെ വളർന്നു കഴിയുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിനൊരു pH വാല്യൂ ഉണ്ട് അല്ലേ, നമ്മുടെ മണ്ണിനൊരു pH വാല്യൂ ഉണ്ട്. അതൊക്കെ കുറഞ്ഞു പോകും. ഈ ഒരു തരത്തിലുള്ള ഇങ്ങനത്തെ തരത്തിലുള്ള സസ്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ മണ്ണിൻ്റെ pH വാല്യൂ പോകും. അതുപോലെ തന്നെ ഇതിങ്ങനെ ഈ വെള്ളത്തിന് ചില പായലൊക്കെ, നമ്മുടെ ഈ ആഫ്രിക്കൻ പായലൊക്കെ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കുറേ കെട്ടിക്കിടന്ന് കഴിയുമ്പം ഈ സൂര്യപ്രകാശം വെള്ളത്തിലേക്ക് ഇറങ്ങാനും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചിലത് ഈ ആഫ്രിക്കൻ മുഷീനെയൊക്കെ കൊണ്ടുവന്ന് നല്ലതാണ്. പക്ഷെ നമ്മുടെ സാധാരണ നമ്മുടെ നാടൻ കുളത്തിലേക്കൊക്കെ ഇതിനെ ഇട്ട് കഴിയുമ്പം നമ്മുടെ ചെറു മീനുകൾ ഇവയെല്ലാം പെട്ടെന്ന് തന്നെ നമ്മുടെ കുളത്തിൽ നിന്ന് അപ്രത്യക്ഷമായി പോകും. കാരണം ഈ ആഫ്രിക്കൻ മുഷി കഴിക്കുന്ന മൊത്തം നമ്മുടെ കുളത്തിലെ ചെറു മീനുകളെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അധിനിവേശക്കാരെന്നും പറഞ്ഞു വരുന്നത്. അപ്പം ഈ ആഫ്രിക്കൻ മുഷി ആഫ്രിക്കയിൽ നിന്ന് വന്നതാണ്. ഇതുപോലെ ഓക്കെ, ആഫ്രിക്കൻ മുഷി
എന്താ നമ്മുടെ ആഫ്രിക്കയിൽ നിന്ന് ഇവിടുന്ന് വന്നതാണ്. ഇതുപോലെ കുറച്ച് അധിനിവേശ സസ്യങ്ങളുണ്ട്. അത് ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് ക്ലാസ് കഴിയുമ്പോൾ അത് ഇട്ട് തരാം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ നമ്മുടെ ഫുഡ് ചെയിൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആദ്യം കണ്ട കാര്യം. നമ്മളിവിടെ ആദ്യം പറഞ്ഞായിരുന്നു എന്ത്, നമ്മുടെ ഫുഡ് വെബ് പറഞ്ഞായിരുന്നു, ആഹാര ശൃംഖല ജാലം എന്നുള്ള നമ്മുടെ ഫുഡ് വെബ് പറഞ്ഞായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ സസ്യമാണ്. അതിന് പുഴു കഴിക്കുന്നുണ്ട്. പുഴുവിനെ ആര് കഴിക്കുന്നുണ്ട്, നമ്മുടെ കോഴിയമ്മ കഴിക്കുന്നു, പൂവൻകോഴി കഴിക്കുന്നുണ്ട്. പൂവൻകോഴിനെ കുറുക്കൻ കഴിക്കുന്നുണ്ട്. കുറുക്കനെ ആര്, നമ്മുടെ കഴുകൻ കഴിച്ചു. ഇനി അതുപോലെ തന്നെ ഈ സസ്യം കഴിക്കുന്ന ആരാണ്, നമ്മുടെ അണ്ണാൻ. അണ്ണാൻ പച്ചിലയൊക്കെ കഴിക്കുന്നുണ്ട്. അണ്ണാനെ നമ്മുടെ പൂച്ച പിടിച്ചു. പൂച്ചേനെ ആര് പിടിച്ചു, കഴുകൻ പിടിച്ചു. ഇനി ഇവിടെ ആണെങ്കിലോ നമ്മുടെ സസ്യത്തെ നമ്മുടെ ഗ്രാസ് ഹോപ്പർ പുൽച്ചാടി പിടിച്ചു. പുൽച്ചാടിനെ ആര്, നമ്മുടെ തവളക്കുട്ടൻ പിടിച്ചു. തവളക്കുട്ടനെ പാമ്പ് പിടിച്ചു. പാമ്പിനെ തിരിച്ച് നമ്മുടെ കഴുകൻ പിടിച്ചു. ഇതാണ് നമ്മുടെ ആഹാരം. നമ്മൾ പറഞ്ഞ് പരസ്പരം അത് കണക്ട് ചെയ്താണ് ഇരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ ഫുഡ് വെബ്, ആഹാരത്തിനായിട്ട് ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. പലതരം ആഹാര ബന്ധങ്ങൾ മുകളിലെ ചിത്രത്തിലുണ്ട്. ഇതിലെ ഒറ്റ ശ്രേണിയുള്ള ഒരു ആഹാര ബന്ധമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇവിടെ എന്താ, നമ്മുടെ ഇലകളെ ആര് കഴിച്ചു, നമ്മുടെ പുഴു കഴിച്ചു. പുഴുവിനെ കോഴി കഴിച്ചു. കോഴിയെ കുറുക്കൻ പിടിച്ചു. കുറുക്കനെ അവസാനം നമ്മുടെ കഴുകൻ കഴിച്ചു. ഇത്തരത്തിലുള്ള കൂടുതൽ ശ്രേണികൾ കണ്ടെത്തി എഴുതുക. നമ്മൾ ഓൾറെഡി മേളിൽ കണ്ടു. ഈ ആഹാര ശൃംഖല ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല. നമ്മൾ പറഞ്ഞ ആഹാര ശൃംഖല ജാലം നമ്മൾ തൊട്ട് മേളിൽ കണ്ട എക്സാമ്പിളാണ് ആഹാര ശൃംഖല ജാലം, അതായത് ഫുഡ് വെബ്. ഇതിൻ്റെ അകത്ത് ഈ ഒരു ആദ്യത്തെ ഉൽപ്പാദകരെന്ന് പറയുന്നത് നമ്മൾ സസ്യങ്ങളാണെന്ന് പറഞ്ഞു. അതിനെ കണക്ട് ചെയ്ത് ഇവിടെ കണ്ടോ, ഇത് ഒന്നാമത്തെ ഒരു ഫുഡ് ചെയിന്, ഇത് രണ്ടാമത്തെ നമ്മുടെ അണ്ണാൻ്റെ ഒരു ഫുഡ് ചെയിന്, മൂന്നാമത്തെ ഗ്രാസ് ഹോപ്പറിൻ്റെ ഫുഡ് ചെയിൻ. ഇങ്ങനെ ഓരോ തരത്തിലുള്ള ഓരോ ശ്രേണികൾ, അതിനെയാണ് നമ്മൾ ആഹാര ശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ആഹാര ശൃംഖലാ ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് എന്ത്, ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഫുഡ് ചെയിൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഒറ്റ കാര്യം എടുക്കുള്ളൂ. ഫുഡ് വെബ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സസ്യത്തെ കണക്ട് ചെയ്ത് പോകുന്ന എത്ര എണ്ണം ഉണ്ടോ അതെല്ലാം ഫുഡ് വെബായിട്ട് വരും. മനസ്സിലായോ? ഫുഡ് അതാണ് ഒന്ന് ആഹാര ശൃംഖലാ ജാലവും ഒന്ന് ആഹാര ശൃംഖലയും മാത്രമേ ഉള്ളൂ. അതായത് ഫുഡ് വെബും ഫുഡ് ചെയിനും. ഇതാണ് നമ്മുടെ എന്താ ഫുഡ് വെബ് എന്ന് പറയുമ്പം ഈ ഒരു ഇത്രയുണ്ട്. അതായത് ഈ സസ്യത്തിൽ ആദ്യം തുടങ്ങി ഇത്രയും കണക്ട് ചെയ്ത് പുഴുവായിട്ട് കണക്ട് ചെയ്ത് പോവും, അണ്ണാനുമായിട്ട് കണക്ട് ചെയ്ത് പോവും, നമ്മുടെ പുൽച്ചാടിയായിട്ട് കണക്ട് ചെയ്തു പോവും, പിന്നെ നമ്മുടെ മുയലുമായിട്ട് കണക്ട് ചെയ്ത് പോവാം. ഇതെല്ലാം ആഹാര ശൃംഖല ജാലമാണ്. ഇനി ആഹാര ശൃംഖല ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒറ്റ ചെയിൻ മാത്രമേ ആയിട്ട് പോകുന്നതാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് ഒന്നാമത്തെ കണ്ണി അവസാന കണ്ണി എന്ന് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒന്നാമത്തെ കണ്ണി ആരായിരുന്നു, നമ്മുടെ പുല്ലാണ്. അവസാനത്തെ കണ്ണിയാണെങ്കിൽ കഴുകൻ. മേളിലത്തെ ആണെങ്കിൽ ഇവിടെ ഒന്നാമത്തെ കണ്ണി നമ്മുടെ പുല്ല് തന്നെയാണ്, അവസാനത്തെ കണ്ണി വീണ്ടും കഴുകൻ തന്നെയാണ്. ഇവിടെ ആണെങ്കിലും പുല്ല് തന്നെയാണ്, അവസാനത്തെ കണ്ണി വീണ്ടും കഴുകനാണ്. നമ്മളിപ്പോൾ മാറ്റിയാൽ ഇവിടെ പുല്ലാണെങ്കിൽ നമുക്കൊരു ആഹാര ശൃംഖല നമ്മൾ എഴുതിയാൽ ഒന്നാമത്തേത് നമ്മുടെ പുല്ല് തന്നെ. ഇനി രണ്ടാമതൊരാളെ ഇട്ടാൽ ആരെ ഇടും, മുയലിനെ ഇടാം. മുയലിനെ ഇട്ടു. മുയലിനെ ആര് പിടിച്ചു, നമ്മുടെ കടുവ പിടിച്ചു. ഓക്കെ, അതൊരു ആഹാര ശൃംഖലയല്ലേ, ഇതൊരു ഫുഡ് ചെയിനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ആദ്യത്തെ ഒന്നാമത്തെ കണ്ണി എന്ന് പറയുന്നത് നമ്മുടെ പുല്ല് തന്നെയാണ്, ഉൽപ്പാദകർ പുല്ല് തന്നെയാണ്. അവസാനത്തെ കണ്ണി വന്നിരിക്കുന്ന ആരാ, കടുവയാണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക കേട്ടോ. ആഹാര ശൃംഖല ജാലം, ഇത് ഫുഡ് വെബ് ഓർത്തിരിക്കണം, ഫുഡ് ചെയിനും ഓർത്തിരിക്കണം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ വരുന്ന ഇങ്ങനെയായിരിക്കും, ഒരു ആഹാര ശൃംഖല ജാലകത്തിൽ ആദ്യത്തെ കണ്ണിയായി വരുന്നത് ഇതിലേതാണ്. അതിലിപ്പോൾ സസ്യഭാഗം ഇത് സസ്യങ്ങളെന്ന് കാണാം, അല്ലെങ്കിൽ പുല്ല് എന്ന് കാണാം, അല്ലെങ്കിൽ കടുവ, മുയൽ, ആമ, അങ്ങനെ ഏതെങ്കിലും ഓപ്ഷൻസ് കാണാം. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കണം ആഹാര ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത് എപ്പോഴും സസ്യമായിരിക്കും. പിന്നെ നമ്മൾ സമുദ്രത്തിലെ പറഞ്ഞു എന്താണ് ഏറ്റവും ആദ്യത്തെ ഉൽപ്പാദകരായിട്ട് വരുന്ന നമ്മൾ പറഞ്ഞൊരു പേരുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? പ്ലവകങ്ങൾ. ഓർക്കുന്നുണ്ടോ? സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥയിലെ ആദ്യത്തെ ഉൽപ്പാദകർ എന്ന് പറയുന്ന ആരാണ്? ഒന്നാമത്തെ കണ്ണി എന്ന് പറയുന്നത് എന്താണ്? പ്ലവകങ്ങൾ. അപ്പോൾ ആ ഒരു പേരും കൂടെ ഓർത്തിരിക്കണം കേട്ടോ. സ്പീഡ് വല്ലതും കൂടുതലാണോ? നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ പോയിന്റ്? ഓക്കെ ആണോ? കുഴപ്പമില്ലല്ലോ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, ശരി. സ്പീഡ് കൂടാണ് പറയണം കേട്ടോ. എന്നുവെച്ചാൽ ഞാൻ ഇങ്ങനെ അങ്ങ് എടുത്തു പോകുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ സയൻസ് ആയതുകൊണ്ട് നമുക്ക്
ടെക്സ്റ്റ് ബേസ്ഡും കൂടെ ആയതുകൊണ്ട് പെട്ടെന്നത് കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഉള്ളൂ, ഈ കെമിസ്ട്രി ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രമേ നമുക്ക് ഇച്ചിരി കൺഫ്യൂഷൻ ഉള്ളൂ. ഇങ്ങനത്തെ വലിയ പ്രശ്നമില്ലാത്ത സസ്യങ്ങളും അങ്ങനത്തെ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത്. വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആഹാര നിർമ്മാണം സസ്യങ്ങളിൽ നമുക്കറിയാം. ഈ ഒരു ചിത്രം എന്നാത്തിൻ്റെ നമുക്കറിയാം, എന്താണ് നമ്മുടെ ഫോട്ടോസിന്തസിസ് അല്ലേ? നമ്മുടെ ഫോട്ടോസിന്തസിസ് ആണ്, പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പടമാണ്. നമുക്കറിയാം എന്താണ്, സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അതായത് ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ഇലകൾ അബ്സോർബ് ചെയ്തിട്ട് അതിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. ആ ഒരു പ്രക്രിയയാണ് നമ്മുടെ ഫോട്ടോസിന്തസിസിൽ നടക്കുന്നത്. അതിന് സഹായിക്കുന്നതാണ് ഏത്, നമ്മുടെ സൂര്യപ്രകാശവും ജലവും എന്നുള്ളത്. അപ്പോൾ ഇതിന് നമ്മുടെ സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, സൂര്യപ്രകാശമുണ്ട്, പിന്നെ ആരാ, ജലവും ഉണ്ട്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, സൂര്യപ്രകാശമുണ്ട്, ജലമുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാം പ്രോഡക്റ്റായിട്ട് ആരുണ്ടാവും? നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് ഓക്സിജനെ പുറത്തേക്ക് വിടുന്നു. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മുടെ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസിന്തസിസിൻ്റെ അകത്ത് നടക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. നിങ്ങൾക്ക് നോട്ട് എഴുതാൻ കിട്ടുന്നില്ലെങ്കിൽ എന്നോട് പറയണം കേട്ടോ. എനിക്കിപ്പോൾ സ്പീഡാണെന്ന് സാറും പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്. എന്തിൽ നിന്നുള്ള ഊർജ്ജം? സൂര്യപ്രകാശമാണ് ഇതിന് എനർജി നൽകുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് നമ്മുടെ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നാണ് ഊർജം കിട്ടുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു. കാർബൺ ഡൈ ഓക്സൈഡ്, ജലവ് എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. ഇനി ഇലകളിലെ ഹരിതകം, അതായത് ക്ലോറോഫിൽ എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. അപ്പം സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്ന ഒരു വർണ്ണകമാണ് ഏത്? നമ്മുടെ ഹരിതകം, ക്ലോറോഫിൽ. അപ്പം സസ്യങ്ങൾ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്ന വർണ്ണകമാണ് ഏത്? ക്ലോറോഫിൽ, ഹരിതകം. അത് ഓർത്തിരിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി എന്തുണ്ടാകുന്നു? ഓക്സിജനും ഉണ്ടാകുന്നു. അപ്പം നമ്മുടെ ഫോട്ടോസിന്തസിസിൽ സൂര്യപ്രകാശവും ജലവും, നമ്മുടെ സൺലൈറ്റ് ഇവിടെയുണ്ട്, ജലവും ഇവിടെയുണ്ട്. സൂര്യപ്രകാശവും ജലവും നമ്മുടെ ചെടികൾക്കായി സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കുന്ന എവിടെയാണ്? ഇലകളിലാണ് നമ്മുടെ ആഹാരം നിർമ്മിക്കുന്നത്. നമ്മുടെ വീട്ടിൽ കിച്ചൺ പോലെ സസ്യത്തിൻ്റെ അടുക്കള എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഇലകളാണ് സസ്യത്തിൻ്റെ അടുക്കള എന്ന് പറയുന്നത്. അപ്പോൾ ഇല്ല എന്ന് എഴുതിയതല്ലേ? ഓക്കെ, സസ്യത്തിൻ്റെ അടുക്കള എന്ന് പറയുന്നത് ഇലകളാണ് സസ്യത്തിൻ്റെ അടുക്കള എന്ന് പറയുന്നത്. അപ്പോൾ ഇലകളിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും നമ്മുടെ ജലത്തിൻ്റെയും സഹായത്തോടെ സൂര്യപ്രകാശത്തിൻ്റെ ഊർജം അതും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. അപ്പോൾ ആ ഒരു പ്രവർത്തനത്തെ പറയുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം. ഈ ഒരു പ്രകാശ സംശ്ലേഷണം നടക്കുന്നതിന് സഹായിക്കുന്ന വർണ്ണകമാണ് ഏത്? ഹരിതകം എന്ന് പറയുന്നത്. ഈ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നം എന്ന രീതിയിൽ പുറത്തേക്ക് പുറപ്പെടുവിക്കുന്ന എന്താണ്? ഓക്സിജൻ. അപ്പോൾ ഇത്രയാണ് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തെക്കുറിച്ച് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി വേറെ കുറച്ച് നമ്മൾ പറയും, എന്താ, ചീരയുടെ ഇല ചുവന്നിരിക്കുന്നത് അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള ഇലകൾ, ഓറഞ്ച് നിറത്തിലുള്ള ഇലകൾ, അതൊക്കെ ഏത് വർണ്ണകമാണ് അതിൽ ഉപയോഗിക്കുന്നത്? നമ്മുടെ ഇലകൾക്ക് പച്ച നിറം നൽകുന്നതാണ് ഏത്? നമ്മുടെ ഹരിതകം എന്ന് പറയുന്നത്, ക്ലോറോഫിൽ. ഇനി ഇലകൾക്ക് മഞ്ഞ നിറം അല്ലെങ്കിൽ ചുവന്ന നിറം നൽകുന്ന ഏതൊക്കെയാണ്? നമ്മൾ താഴത്തെ ഒരു ഇതിൽ വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് പറയാം കേട്ടോ. ഇനി ഇവിടെ നോക്കിയേ, തന്നിരിക്കുന്ന ചിത്രത്തിലെ ഇലകളുടെ ക്രമീകരണം നോക്കൂ, എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോയെന്ന്. ഒന്നാമത്തെ നമ്മുടെ ചെമ്പരത്തിയാണ്, രണ്ടാമത്തെ നമ്മുടെ തുളസി, മൂന്നാമത്തേത് ഏഴിലം പാല. നോക്കിക്കേ, അപ്പോൾ നമുക്ക് ആദ്യം ചെമ്പരത്തി എടുക്കാം.
ചെമ്പരത്തിയുടെ ഇലകൾക്കൊരു പ്രത്യേക, ചെമ്പരത്തിയുടെ ഇല പോലെയല്ല നമ്മുടെ തുളസിയുടെ ഇലയിരിക്കുന്നത്. കണ്ടോ, നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് ബ്ലൂ കളർ എടുക്കാം അല്ലേ? ഓക്കെ, ചെമ്പരത്തിയുടെ ഇല എന്ന് പറയുന്നത് ഇതുണ്ട്, ഈ ഒരു കാണ്ഡം, അതായത് സ്റ്റെമ്മിൻ്റെ ഇതാണ് പർവ്വം എന്ന് പറയുന്നത്, നോഡ്. ഈ നോഡിൽ നിന്ന് ആദ്യം ഈ ഒരു ഇല ഇവിടെ, പിന്നെ കുറച്ച് മാറിയിട്ട് അടുത്ത ഒരു ഇല ഇവിടെ, പിന്നെ കുറച്ച് മാറിയിട്ട് അടുത്ത ഒരു ഇല ഇവിടെ. ഇങ്ങനെയാണ് ചെമ്പരത്തിയുടെ ഇലകളുടെ ക്രമീകരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വിന്യാസം നമ്മൾ പറയുന്നത്, അതായത് ഫില്ലോടാക്സി എന്ന് പറയും. ഞാൻ ഇവിടെ എഴുതാവേ, PHYLLOTAXY, അതാണ് അതിൻ്റെ ക്രമീകരണം അല്ലെങ്കിൽ വിന്യാസം എന്ന്, ഫില്ലോടാക്സ് എന്ന് പറയും. അപ്പോൾ ഈ ചെമ്പരത്തിയുടെ പ്രത്യേകത എന്താ? അതായത് ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്നത്, അതായത് ഈ കാണ്ഡവും ഈ നമ്മുടെ ഈ ഇലയുടെ ഈ തണ്ട്, അതായത് നോഡ്, അതാണ് പർവ്വം എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ ഇച്ചിരി ബ്രൈറ്റ് ആയിട്ട് വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരില മാത്രമേ പോകുന്നുള്ളൂ. അതായത് ഈ സ്റ്റെമ്മിൻ്റെ ഇവിടെ നിന്ന് ഈ ഒരു സൈഡിലേക്ക് ഒരു ഒറ്റ ഇലയുള്ളൂ, പിന്നെ കുറച്ച് മാറിയിട്ട് അടുത്ത ഇലയിൽ പോകുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഇല പോകുന്നു. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് പോകുന്നത്. അതായത് അല്ലാതെ ഈ തണ്ടിൽ നിന്ന് ഇങ്ങനെ ഒരുമിച്ച് പോവല്ല, ഇവിടെ ഒരെണ്ണേ പോകുന്നുള്ളൂ, പിന്നെ കുറച്ച് മാറിയിട്ട് അടുത്ത പോകുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ചെമ്പരത്തിയുടെ ഇല പോകുന്നത്. അതായത് ഒരു പർവ്വത്തിൽ നിന്ന് ഒരില, അങ്ങനെയാണ് അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന് പറയുന്നതാണ് ഏകാന്തര വിന്യാസം, അതായത് ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി എന്ന് പറയും. ഏകാന്തര വിന്യാസം, സ്ഥിരാവിന്യാസം ഒന്നും അല്ല കേട്ടോ, അത് നമുക്ക് വേറെയാണ്. ഇത് ആ ഇലകളുടെ അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ഇലകളുടെ മറ്റേ വെയിൻസിൻ്റെ അറേഞ്ച്മെൻറ്റ് നമ്മൾ പറയുന്ന സ്ഥിരാവിന്യാസം, ഇത് ജസ്റ്റ് ഇലകളുടെ അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ഏകാന്തര വിന്യാസം അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി എന്ന് വരും. ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി എന്ന് പറയുന്നതാണ് നമ്മുടെ ചെമ്പരത്തി വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത, നിങ്ങളുടെ ചെമ്പരത്തിയുടെ തണ്ട് എടുത്താൽ നിങ്ങൾക്കറിയാം. നോക്കിക്കേ, അതിൽ അതായത് അതിൻ്റെ ആ കാണ്ഡം, സ്റ്റെമ്മിൽ നിന്ന് ഇലകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു ഇതുണ്ട്, അതാണ് നോഡ്, പർവ്വം എന്ന് പറയുന്നത്. ഞാൻ ഇങ്ങനെ ഈ കുത്തി വരയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാമോ? കുറച്ച് ബ്രൈറ്റ് ആയിട്ട് വരയ്ക്കുന്നുണ്ട്, അതാണ് അതിൻ്റെ നോഡെന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ മായച്ചിട്ട് അത് ഒന്നുകൂടെ തൊട്ട് കാണിക്കാവേ. ഓക്കെ ഓക്കെ, ഈ ചെമ്പരത്തിയുടെ ഇതാണ് കാണ്ഡവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ഇതാണ് നോഡെന്ന് പറയുന്നത്. ആ പർവ്വത്തിൽ നിന്ന് ഒരില മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്നതാണ് ഏത് നമ്മുടെ ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി എന്ന് പറയുന്നത്. അപ്പോൾ ചെമ്പരത്തി അതിന് ഉദാഹരണമാണ്. പിന്നെ ഉദാഹരണം വരുന്നതാണ് നമ്മുടെ പ്ലാവ്. താഴോട്ട് വരുമ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ചോദിക്കുന്നുണ്ട്, ഓർത്തിരിക്കണേ. ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സിക്ക് അല്ലെങ്കിൽ ഏകാന്തര വിന്യാസത്തിന് ഉദാഹരണം വരുന്നതാണ് ആര്? നമ്മുടെ പ്ലാവ്, ചെമ്പരത്തി, പിന്നെ മാവ്, പിന്നെ നമ്മുടെ സപ്പോട്ടയ്ക്ക ഇല്ലേ, നമ്മുടെ സപ്പോട്ട, ചിക്കു പറയുന്നത് സപ്പോട്ടയ്ക്ക, പിന്നെ കുറുന്തോട്ടി. ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? എഴുതി പോകുന്നുണ്ടോ? ഞാൻ ഗ്രൂപ്പിലിട്ട് തരാം കേട്ടോ ക്ലാസ് കഴിയുമ്പം. ഓക്കെ, ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞ് ആരും എഴുതാതിരിക്കല്ലേ. ഓക്കെ, ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി, അതായത് ഏകാന്തര വിന്യാസത്തിന് ഉദാഹരണങ്ങളാണ് പ്ലാവ്, മാവ്, സപ്പോട്ട, കുറുന്തോട്ടി, പിന്നെ നമ്മുടെ ചെമ്പരത്തി. ഇതെല്ലാം ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി എക്സാമ്പിളാണ്, അതായത് ഏകാന്തര വിന്യാസത്തിന്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ആളെ നോക്കാം. നമ്മുടെ ചെമ്പരത്തി. ചെമ്പരത്തിക്ക് നമുക്ക് അടുത്ത കളർ എടുക്കാവേ, ഇല്ല പിന്നെ എല്ലാം സെയിം കളറായി പോകും. ഓക്കെ, ചെമ്പരത്തി അല്ല, സോറി, തുളസി. ഇനി തുളസിയുടെ ഇലകളാണെങ്കിൽ നോക്കിക്കേ, ഈ ഒരു കാണ്ഡത്തിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന്, അതായത് ആ പർവ്വത്തിൽ നിന്ന് ഒരെണ്ണം ഇങ്ങോട്ടും ഒരെണ്ണം ഒരുമിച്ച്, അതായത് രണ്ട് ഇലകൾ, അതായത് ഈ ഒരു കാണ്ഡത്തിൽ നിന്ന് അതിൻ്റെ പർവ്വം, അതായത് നോഡ് കണക്ട് ചെയ്തിരിക്കുന്നതിന് ഇങ്ങോട്ടും ഒരു ഇല പോയിട്ടുണ്ട്, ഇങ്ങോട്ടും ഒരു ഇല പോയിട്ടുണ്ട്. അതായത് ഒരു പർവ്വത്തിൻ്റെ ഇരുവശത്ത് രണ്ട് ഇലകൾ ഒരുപോലെ പോയിട്ടുണ്ട്. നമ്മുടെ തുളസിയുടെ ഇലകൾ അങ്ങനെ പോയി, എന്നിട്ടാണ് ഇങ്ങനെ ഇല വന്നിരിക്കണ്ടോ, ഒരുപോലെ ആ പർവ്വത്തിൽ നിന്ന് പോയിട്ടുണ്ട്. ചെമ്പരത്തിക്കാണെങ്കിൽ ഒറ്റ ഒരെണ്ണേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ തുളസിക്കാണെങ്കിൽ ഇങ്ങനെ ഒരുപോലെ ഒരു പർവ്വത്തിൽ നിന്ന് ഇരുവശത്തിലേക്കും ഒരുപോലെ രണ്ട് ഇലകൾ വീതം പോയിട്ടുണ്ട്. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പം എതിർ വിന്യാസം എന്ന് പറയും. അതായത് എതിർ വിന്യാസം, നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത്, ഓപ്പോസിറ്റ് ഫില്ലോടാക്സി എന്ന് പറയും. ഓപ്പോസിറ്റ് ഫില്ലോടാക്സി. അപ്പം അത് വയ്യാട്ടോ, ഓപ്പോസിറ്റ് ഫില്ലോടാക്സി. അപ്പോൾ ഈ തുളസിയുടെ പ്രത്യേകത എന്താ? ചെമ്പരത്തിയുടേത് പോലെയല്ല,
ഇതിൻ്റെ ഈ ഒരു പർവ്വത്തിൽ നിന്ന് രണ്ട് സൈഡിലേക്കും ഒരുപോലെ ഇലകൾ വന്നിട്ടുണ്ട്. രണ്ട് സൈഡിലേക്കും ഒരുപോലെ ഇലകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പറയുന്നതാണ് എന്ത്? ഓപ്പോസിറ്റ് ഫിലോടാക്സി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ആര്? നമ്മുടെ തുളസി. അതെ. ഇനി കാപ്പിയില്ലേ, കാപ്പിച്ചെടി. അതെ. പിന്നെ തെച്ചിപ്പൂവ്, പേര, ഇതെല്ലാം പേര ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? നമ്മുടെ എതിർ വിന്യാസം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഫിലോടാക്സിക് എക്സാമ്പിളാണ് നമ്മുടെ തുളസി, കാപ്പി, തെച്ചി, പേര എന്നൊക്കെ. ഇനി ഓൾട്ടർനേറ്റീവ് ഫിലോടാക്സി അല്ലെങ്കിൽ ഏകാന്തര വിന്യാസത്തിന് എക്സാമ്പിൾ ആരൊക്കെയായിരുന്നു? ചെമ്പരത്തി, പ്ലാവ്, മാവ്, സപ്പോട്ട, കുറുന്തോട്ടി. ഇതെല്ലാം ഏകാന്തര വിന്യാസത്തിന് എക്സാമ്പിൾ. അപ്പോൾ ഈ ഓപ്പോസിറ്റ് ഫിലോടാക്സിയുടെയും ഓൾട്ടർനേറ്റീവ് ഫിലോടാക്സിയുടെയും അതിൻ്റെ എക്സാമ്പിൾസ് ഓർത്തിരിക്കണം കേട്ടോ. ഞാൻ എഴുതി ഗ്രൂപ്പിൽ ഇട്ടേക്കാം അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത്. ജസ്റ്റ് ഓർത്തിരിക്കുക. നമ്മുടെ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ചെമ്പരത്തിക്കമ്പും നമ്മുടെ തുളസിയും ഈ ഏഴിലാമ്പാല എല്ലാവരുടെയും വീട്ടിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അതുകൂടെ ജസ്റ്റ് ചുമ്മാ നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെടിയുടെയൊക്കെ എടുത്തിട്ട് നമ്മൾ നോക്കിയാൽ മതി ഇതിൻ്റെ ഇലകളൊക്കെ എങ്ങനെ ഇരിക്കുന്നതെന്ന്. ഓപ്പോസിറ്റ് ആണോ അതോ കൂടിയാണോ അതോ ഒന്നായിട്ട് വിട്ടുവിട്ടാണോ ഇരിക്കുന്നതെന്നൊക്കെ നോക്കുക. ഇനി മൂന്നാമത്തെ ആളാണ് നമ്മുടെ ഏഴിലം പാല. ഏഴിലം പാലയ്ക്ക് നമുക്ക് അടുത്ത കളർ എടുക്കാം. ഓക്കെ, ഏഴിലം പാല നോക്കിക്കേ. ഈ ഏഴിലം പാലയുടെ പ്രത്യേകത എന്താ? ഈ ചെമ്പരത്തിയുടെയൊക്കെ ഇരുന്ന പോലെ ഒരു തണ്ടിൽ നിന്ന് ഒരു സൈഡിലേക്ക് ഒരെണ്ണം, അപ്പുറത്തെ സൈഡിലേക്ക് വേറെ, അങ്ങനെയല്ലല്ലോ. അതുപോലെ തന്നെ തുളസിയുടെ രണ്ട് ഓപ്പോസിറ്റ് ആണോ ഇരിക്കുന്നത്? അല്ല. ഈ ഏഴിലം പാലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു പർവ്വത്തിൽ നിന്ന് കുറേ ഇലകൾ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ 7 ഇലകൾ പോയിട്ടുണ്ട്. അതായത് ഒരു പർവ്വത്തിൽ നിന്ന് ഇതിൻ്റെ ഈ സ്റ്റെമ്മ് നമുക്ക് കാണത്തില്ല, താഴോട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റെമ്മിൻ്റെ ഇവിടെ ഈ നോഡ് എന്ന് പറഞ്ഞാൽ പർവ്വം കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒന്നിൽ കൂടുതൽ ഇലകൾ പോയിട്ടുണ്ട്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഏഴിലം പാല. അപ്പോൾ ഒന്നിൽ കൂടുതൽ പോയിട്ടുള്ളത് കൊണ്ട് തന്നെ അതിന് പറയുന്നതാണ് സർപ്പിള വിന്യാസം. അത് ഈ ഏഴിലം പാല എന്തിന് എക്സാമ്പിളാണ്? സർപ്പിള വിന്യാസം. അതിന് പറയുന്നതാണ് വോൾഡ് ഫിലോടാക്സി. നമ്മൾ വേൾഡ് അല്ല, വോൾഡ്, WHORLED, വോൾഡ് ഫിലോടാക്സി എന്ന് പറയും. വോൾഡ് ഫിലോടാക്സി ചെയ്യാട്ടോ. ഓക്കെ, അതായത് ഒരു പർവ്വത്തിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ഇലകൾ വന്നിരിക്കുന്നതാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സർപ്പിള വിന്യാസം അഥവാ വോൾഡ് ഫിലോടാക്സി. ഇനി നമ്മുടെ ഓപ്പോസിറ്റ് ഫിലോടാക്സി ആയിരുന്നെങ്കിൽ എന്തായിരുന്നു പ്രത്യേകത? ഒരു പർവ്വത്തിൽ നിന്ന് ഒരേപോലെ രണ്ട് സൈഡിലേക്ക് ഇലകൾ പോകുന്നു, അതായിരുന്നു നമ്മുടെ എതിർ വിന്യാസം. ഇനി ഓൾട്ടർനേറ്റീവ് ഫിലോടാക്സി ആയിരുന്നെങ്കിലോ ഒരു പർവ്വത്തിൽ നിന്ന് ഒരു ഇലയേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റേത് എതിർ വിന്യാസം ഓപ്പോസിറ്റ് ആയിട്ടും, ഓൾട്ടർനേറ്റ് ആണെങ്കിൽ ഒരു പർവ്വത്തിൽ നിന്ന് ഒരെണ്ണം വീതവും, സർപ്പിള വിന്യാസം ആണെങ്കിൽ ഒരു പർവ്വത്തിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ഇലകൾ വരുന്നതാണ് സർപ്പിള വിന്യാസം, വോൾഡ് ഫിലോടാക്സി എന്ന് പറയും. അതിന് എക്സാമ്പിളാണ് നമ്മുടെ ഏഴിലം പാലയുണ്ട്. അതുപോലെ തന്നെ വരുന്നതാണ് നമ്മുടെ അരളിപ്പൂവില്ലേ, അരളിപ്പൂവിൻ്റെ ഇല. അത് വരുന്നത് എങ്ങനെയാണ്? ഈ ഒരു സർപ്പിള വിന്യാസത്തിൽ, വോൾഡ് ഫിലോടാക്സിയാണ്. അതുപോലെ തന്നെ നമ്മുടെ കോളാമ്പി, പിന്നെ എരിക്കില്ലേ, എരിക്കിൻ്റെ ഇല കേട്ടോ, എരിക്കിൻ്റെ ഇലയും ഏതിൻ്റെ എക്സാമ്പിളാണ്? നമ്മുടെ വോൾഡ് ഫിലോടാക്സി. ഞാൻ ഇല്ലാന്ന് എഴുതിയോ, വോൾഡ് ഫിലോടാക്സി സർപ്പിള വിന്യാസത്തിന് എക്സാമ്പിളാണ്. അപ്പോൾ ഈ 3 തരത്തിലുള്ള ഫിലോടാക്സി, അതായത് ഇലകളുടെ ക്രമീകരണം പഠിച്ചോ? ഓൾട്ടർനേറ്റ് ഉണ്ട്, ഓപ്പോസിറ്റ് ഫിലോടാക്സി ഉണ്ട്, നമ്മുടെ വോൾഡ് ഫിലോടാക്സി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ഓർത്തിരിക്കണം കേട്ടോ, അതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ഓപ്ഷനിൽ ഇവിടെ സൈഡ് എഴുതി. ഇപ്പോൾ ഓപ്ഷനിൽ കാപ്പി, പേര, തുളസി, സപ്പോട്ട ഇങ്ങനെ എഴുതിയാൽ ഏതായിരിക്കും ഓഡ് വൺ ആയിട്ട് വരുന്നത്? സപ്പോട്ട, കാപ്പി, പേര, തുളസി, ഇതിലേതായിരിക്കും ഓഡ് വൺ ആയിട്ട് വരുന്നത്? ഹലോ, കേൾക്കാവോ? ഹലോ, തുളസിയാണോ ഓഡ് വൺ ആയിട്ട് വരുന്നത്? സപ്പോട്ടയാണോ, കാപ്പിയാണോ, പേരയാണോ, തുളസിയാണോ? ഇതിൽ സപ്പോട്ട. കാരണം എന്താ വെച്ചാൽ സപ്പോട്ടയാണ്. ഓക്കെ, മിടുക്കരാട്ടോ. സപ്പോട്ടയാണ് ഏകാന്തര വിന്യാസത്തിൽ വരുന്നത്. ബാക്കി തുളസിയും കാപ്പിയും പേരയൊക്കെ എന്തിലാണ് വരുന്നത്?
എതിർവിന്യാസം, അതായത് ഓപ്പോസിറ്റ് ഫിലോടാക്സി വരുന്നതാണ്. ദേ തുളസി, കാപ്പി, പേര, ഇതെല്ലാം ഓപ്പോസിറ്റ് ഫിലോടാക്സി വരുന്നതും സപ്പോർട്ട വരുന്ന ഏതിലാണ്? ഏകാന്തര വിന്യാസത്തിൽ, അതായത് ഓൾട്ടർനേറ്റ് ഫിലോടാക്സി വരുന്നതാണ് നമ്മുടെ സപ്പോർട്ട. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ഓർത്തിരിക്കണം. നിങ്ങൾ എഴുതി പോകുന്നുണ്ടെന്ന് ഞാൻ ഓർക്കുന്നത്. ഞാൻ ഏതായാലും ഗ്രൂപ്പിൽ ക്ലാസ് കഴിയുമ്പോൾ ഒന്നുകൂടി ഇടും കേട്ടോ. ഓക്കെ, അപ്പോൾ ഓൾട്ടർനേറ്റ് ഫിലോടാക്സിയും ഓപ്പോസിറ്റ് ഫിലോടാക്സിയും വോൾഡ് ഫിലോടാക്സിയും അതിൻ്റെ എക്സാമ്പിൾസ് ഉറപ്പായിട്ടും പഠിക്കണം. ദേ ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞ ചെമ്പരത്തി പോലുള്ളവയുടെ കൂടെയുള്ള എക്സാമ്പിൾസ് ആരൊക്കെയായിരുന്നു? മാവുണ്ട്, പ്ലാവുണ്ട്, പിന്നെ ആരാ? സപ്പോട്ടയുണ്ട്, കുറുന്തോട്ടിയുണ്ട്. പിന്നെ നമ്മൾ ചെമ്പരത്തിയുടെ കൂടെയുള്ള കൂട്ടുകാരെ പറഞ്ഞു. ഇനി തുളസിയുടെ കൂടെയുള്ളതാണെങ്കിൽ തെച്ചിയുണ്ട്, കാപ്പിയുണ്ട്, പേരയുണ്ട്. ഓക്കെ, അത് നമ്മുടെ എന്താ? ഓപ്പോസിറ്റ് ഫിലോടാക്സി, അതായത് എതിർവിന്യാസമായിരുന്നു. ഇനി ഏഴിലും പാലയുള്ളതാണെങ്കിലോ അരളിപ്പൂവുണ്ട്, നമ്മുടെ എരിക്കിൻ്റെ ഇലയുണ്ട്, എരിക്കിലാന്ന് എഴുതുക കേട്ടോ, എരിക്കിലയുണ്ട്. പിന്നെ ഏതായിരുന്നു ഒരെണ്ണം കൂടെ പറഞ്ഞു? നമ്മുടെ കോളാമ്പിയുടെ ഇല. ഇതെല്ലാം എന്തിലും ഇടുന്നായിരുന്നു? ഓക്കെ, വോൾഡ് ഫിലോടാക്സി, അതായത് സർപ്പിള വിന്യാസത്തിൽ ഉൾപ്പെടുന്നതായിരുന്നു ഇതെല്ലാം. ഇത് പഠിച്ചില്ലേ? ഇതിൻ്റെ എന്താ നമ്മുടെ എക്സാമ്പിൾസ് പഠിച്ചിരിക്കണം കേട്ടോ. അത് എങ്ങനെയാണ് അറേഞ്ച്മെൻ്റ് ഉള്ളതെന്ന് ഓർത്തിരിക്കണം, അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിൾസും ഓർത്തിരിക്കണം. പിന്നെ നമുക്ക് ഈ 7ാം ക്ലാസ്സിൽ മറ്റേ സ്ഥിരാവിന്യാസങ്ങൾ പഠിക്കാനുണ്ട്. നമ്മുടെ തെങ്ങിൻ്റെ ഇല, വാഴയുടെ ഇല, അത് സ്ഥിരാവിന്യാസങ്ങളാണ്. നമുക്ക് ആ സമയത്ത് അത് പറയാം. ഇത് ജസ്റ്റ് ഇലയുടെ അറേഞ്ച്മെൻറ്റ്, ആ തണ്ടിൽ അല്ലെങ്കിൽ ആ കാണ്ഡത്തിൽ എങ്ങനെയാണ് അതിൻ്റെ ഇലയുടെ അറേഞ്ച്മെൻറ്റ് എന്നുള്ള രീതിയിൽ 3ആയിട്ട് തിരിച്ചിരിക്കുന്നതാണ് സർപ്പിള വിന്യാസം, എതിർവിന്യാസം, പിന്നെ നമ്മുടെ ഏകാന്തര വിന്യാസം. അപ്പോൾ ഈ 3 അതിൻ്റെ എക്സാമ്പിൾസും ഓർത്തിരിക്കണം. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞായിരുന്നു എന്നാ സസ്യത്തിലെ ഇലകളുടെ നിറത്തിൻ്റെ പ്രത്യേകതകൾ. അതായത് ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഏത്? നമ്മുടെ ഹരിതകം, ക്ലോറോഫിൽ. അത് എപ്പോഴും ഓർത്തിരിക്കണം. നമ്മുടെ ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്ന ഹരിതകം, അതായത് വർണ്ണകം, ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം. അങ്ങനെയാണെങ്കിൽ ഈ പച്ച നിറമുള്ള ഇലകളിൽ മാത്രമേ ഫോട്ടോസിന്തസിസ് നടക്കുകയുള്ളൂ? അങ്ങനെയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഈ ചുവന്ന നിറത്തിലുള്ള ഇലകളിൽ, മഞ്ഞ നിറത്തിലുള്ള ഇലകളിലൊന്നും ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പച്ചയിൽ മാത്രമേ ഫോട്ടോസിന്തസിസ് നടക്കുകയുള്ളൂ എന്നാണോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയല്ല കേട്ടോ, അങ്ങനെയൊന്നും ഓർത്തേക്കല്ലേ. അതായത് ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം. അതായത് ഇലകൾക്ക് ജസ്റ്റ് പച്ച നിറം, ഇത് ഗ്രീൻ കളറിലുള്ള ലീഫിന് കൊടുക്കുന്നതാണ് നമ്മുടെ ക്ലോറോഫിൽ, ഹരിതകം. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ തന്നെ മറ്റ് നിറത്തിലുള്ള ഇലകൾക്കും വർണ്ണകമുണ്ട്. ഈ വർണ്ണകം ഉണ്ടെങ്കിൽ അതിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകം ഹരിതകം, അതുപോലെ തന്നെ ഇലകളിലെ ചുവപ്പ് നിറമുള്ള വർണ്ണകം വേറെയുണ്ട്, മഞ്ഞ നിറമുള്ള വർണ്ണകം വേറെയുണ്ട്, ഓറഞ്ച് നിറമുള്ള വർണ്ണകം വേറെയുണ്ട്. അപ്പോൾ അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പച്ച നിറത്തിലുള്ള വർണ്ണകമാണെങ്കിൽ ഹരിതകം. ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്, ഈ പട്ടിക അതേപടി പഠിക്കുക കേട്ടോ. വർണ്ണകവും നിറവും. ചുവപ്പ് നിറമാണെങ്കിൽ ആ വർണ്ണകത്തിന് പറയുന്ന പേരാണ് ഏത്? ആന്തോസയാനിൻ. ഓറഞ്ച് ആണെങ്കിലോ കരോട്ടിൻ. മഞ്ഞയാണെങ്കിൽ സാന്തോഫിൽ. ഇനി പച്ചയാണെങ്കിൽ ഏതായിരുന്നു? പച്ചയാണെങ്കിൽ അതിൻ്റെ വർണ്ണകം ഹരിതകം, അതായത് നമ്മുടെ ക്ലോറോഫിൽ. ക്ലോറോഫിലാണ് നമ്മുടെ ഹരിതകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. പച്ചയാണെങ്കിൽ ഹരിതകം, ക്ലോറോഫിൽ ഓർക്കാൻ പാടില്ലല്ലോ. ചുവപ്പാണെങ്കിൽ ആന്തോസയാനിൻ, ഓറഞ്ച് ആണെങ്കിൽ കരോട്ടിൻ, മഞ്ഞയാണെങ്കിൽ സാന്തോഫിൽ. അതിനൊരു കോഡുണ്ട്, നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. ഞാൻ കോഡ് പറഞ്ഞു തരാവേ. എവിടെ ഇപ്പോൾ എഴുതാം? ഇവിടെ എഴുതാം. ഓക്കെ, മസാല ഓക്കെ എന്ന് എഴുതുക. ഓക്കെ അച്ഛ, ആള് മസാല ഓക്കെ ആണെന്നൊക്കെ ചോദിക്കത്തില്ലേ നമ്മളെന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ? അതുപോലെ ഒരു കോഡാണ് മസാല ഓക്കെ അച്ഛ. അപ്പോൾ ഇതിൽ ഓരോന്നിനും ഓരോ ഇതുണ്ട്. ഞാൻ ഈ കളർ വെച്ച് തന്നെ ചെയ്തു തരാം. മായ ആണെങ്കിൽ മഞ്ഞ, മഞ്ഞയുടെ ആളാരാ? സാന്തോഫിൽ. അതാണിത്, കണ്ടോ? മസാല. മസാല നാക്കാൻ വേണ്ടി ഇട്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പം മഞ്ഞ, മഞ്ഞയുടെ ആളാണ് ആര്? നമ്മുടെ സാന്തോഫിൽ. ഓക്കെ, അതങ്ങനെ ഓർത്തിരിക്കാം. മസാലയിലെ ആദ്യത്തെ ആളാണ് മഞ്ഞ, മഞ്ഞയുടെ കൂടെയുള്ള സായാണ്
സാന്തോഫില്. ഇനി ഓക്കേടെ ഓ ആണെങ്കിൽ നമ്മുടെ ഓറഞ്ചിൻ്റെ ആളാണ് നമ്മുടെ കരോട്ടിൻ. അത് ഞാൻ കെ എന്ന് എഴുതി എന്നുള്ളതേ ഉള്ളൂ. ഓറഞ്ചിൻ്റെ ആളാണ് കരോട്ടിൻ. മാ മഞ്ഞയായിരുന്നു, മായുടെ കൂടെയുള്ള സാ നമ്മുടെ സാന്തോഫിലാണ്. ഇനി ഓ ആണെങ്കിൽ ഓറഞ്ച്, ഓയുടെ കൂടെയുള്ള കാ കരോട്ടിൻ. ഇനി അപ്പം മിച്ചമുള്ള ആ ച ആരായിരിക്കും? ആ ആന്തോസയാനിനും ച നമ്മുടെ റെഡ് ചുവപ്പുമാണ്. കിട്ടിയോ? മസാല ഓക്കെ അച്ച, അതങ്ങനെ ഓർത്തിരുന്നാൽ മതി. മാ മഞ്ഞ, മഞ്ഞയുടെ കൂടെയുള്ള സാ സാന്തോഫില്. പിന്നെ മസാലയുടെ ചുമ്മാ ലാ നിട്ടതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഓക്കെ ഓ ആണെങ്കിൽ ഓറഞ്ച്, ക ആണെങ്കിൽ കരോട്ടിൻ, ആ ആന്തോസയാനിന് ച ചുവപ്പ്. അപ്പം ആ നിറവും വർണ്ണകവും പഠിക്കാൻ എളുപ്പമായില്ലേ? ഞാൻ വരച്ചു വന്നപ്പോൾ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൺഫ്യൂഷൻ പോലെ ആയെന്നുള്ളതേ ഉള്ളൂ. ആ ഒരു കോഡ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. മസാല ഓക്കെ അച്ച, അത് ഓർത്താൽ മതി. അപ്പോൾ വർണ്ണകവും നിറവും പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് അത് കേട്ടിട്ട് പലതവണ ചോദിച്ചിട്ടുള്ളതാണ് ഈ വർണ്ണകം. ചീലയ്ക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏത്? ആന്തോസയാനിൻ, കരോട്ടിൻ, സാന്തോഫില്, ക്ലോറോഫില്. ഇതിലേത് ആന്തോസയാൻ എന്നുള്ള ഉത്തരമാണ് വരുന്നത്. അപ്പോൾ ഇത് ഈ ഒരു കോഡ് ഓർത്തുന്നത്. നമുക്ക് ചില കാര്യങ്ങളൊക്കെ പഠിക്കാൻ കോഡുണ്ട്. അപ്പോൾ ആ കോഡ് ഓർത്തിരിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ ബബിൾ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഒരു കോഡ് ഓർത്തിരിക്കുക, മസാല ഓക്കെ അച്ച എന്നുള്ളത് കേട്ടോ. മസാല ഓക്കെ അച്ച. ഇത് മാ മഞ്ഞ സാന്തോഫില്, പിന്നെ ഓ ഓറഞ്ച്, പിന്നെ ആ കാ കരോട്ടിൻ, ആയാണെങ്കിൽ ആന്തോസയാനിൻ, പിന്നെ നമ്മുടെ ചായ ആണെങ്കിൽ ചുവപ്പ്. അപ്പം അത് കിട്ടിയില്ലേ? ആ ഒരു കോഡ് കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ, എളുപ്പമല്ലേ അത് പഠിക്കാൻ? അപ്പം ഈ വർണ്ണകവും നിറവും ഓർത്തിരിക്കുക കേട്ടോ. മസാല ഓക്കെ അച്ച, ആ കോഡ് ഓർത്തിരുന്നാൽ മതി. മസാല ഓക്കെ അച്ച. ഓക്കെ. പിന്നെ നമ്മുടെ ഹരിതകം അത് ഓർത്തിരിക്കരുത് കേട്ടോ. അല്ല, അത് മറന്നു പോയല്ലോ കേട്ടോ. പച്ച നിറം നൽകുന്നത് നമ്മുടെ ഹരിതകമാണ്. ഈ നാലും വളരെ ഇമ്പോർട്ടൻ്റ് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് ഓർത്തിരിക്കണേ. ഈ നിറവും അതിൻ്റെ വർണ്ണകങ്ങളും. ചുവപ്പാണ് ആന്തോസയാനിൻ, ഓറഞ്ചാണ് കരോട്ടിൻ, മഞ്ഞയാണ് സാന്തോഫില്, പച്ചയാണ് ഹരിതകം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ വാതക വിനിമയം സസ്യങ്ങളിൽ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണ് ഉള്ളത്. നമുക്കറിയാം പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ പറഞ്ഞായിരുന്നു പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന ഒരു വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. പ്രകാശ സംശ്ലേഷണത്തിന് ശേഷം പുറത്തേക്ക് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നതാണ് നമ്മുടെ സസ്യങ്ങൾ. അതാണല്ലോ നമ്മൾ ശ്വസിക്കുന്നത്. ഓക്കെ. ഇവയിൽ ഏത് വാതകമാണ് ജീവികളെ ശ്വസനത്തിന് ഉപയോഗിക്കുന്നത്? ജീവികളെല്ലാം ശ്വസനത്തിന് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാ? എപ്പോഴും ജീവികളും നമ്മൾ മനുഷ്യരും മൃഗങ്ങളും സസ്യങ്ങളും എല്ലാം ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാ? അത് ഓക്സിജനാണ്. പ്രകാശ സംശ്ലേഷണത്തിന് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട് എന്നേ ഉള്ളൂ. പക്ഷെ അത് ശ്വസനത്തിന് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത് തന്നെയാണ്? ഓക്സിജനാണ്. അത് മാറിപ്പോരുത് കേട്ടോ. ഒരു തവണ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, സസ്യങ്ങൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം, അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടായിരുന്ന ഓപ്ഷനിൽ. പക്ഷേ ഉത്തരം വരുന്ന ഏതാണ്? ഓക്സിജനാണ്. പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്നതാണ് എന്ത്? കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അത് മാറിപ്പോലും കേട്ടോ. പിന്നെ നമ്മുടെ അന്തരീക്ഷത്തിലെ വാതകങ്ങൾ നോക്കിയേ. നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ആർഗൺ, പിന്നെ ബാക്കിയുള്ള വാതകങ്ങൾ. ഇതിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാ? ഓർത്തിരിക്കണം. ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ ആണ്. പിന്നെയുള്ളതാണ് ഓക്സിജൻ, പിന്നെയുള്ളതാണ് കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ ആർഗൺ, പിന്നെ ബാക്കിയുള്ള വാതകങ്ങളെല്ലാം. അപ്പോൾ ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിലുള്ളതാണ് നമ്മുടെ നൈട്രജൻ എന്നുള്ളത്. ഊർജം ലഭിക്കാനാണ് ജീവികളെ ശ്വസിക്കുന്നത് അല്ലേ? സസ്യങ്ങൾക്ക് ഊർജ്ജം ആവശ്യമാണ്, നമുക്ക് മനുഷ്യർക്കും ശ്വാസം എടുക്കാതിരിക്കാൻ പറ്റത്തുമില്ല. അപ്പോൾ ഊർജ്ജം ലഭിക്കാനാണ് ജീവികൾ ശ്വസിക്കുന്നത്. അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജൻ. ആ പേര് മറന്നു പോകല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് ഒന്നും ആരും ബബിൾ ചെയ്യില്ല. നൈട്രജൻ ആണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം എന്ന് പറയുന്നത്. സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട്. എല്ലാ ജീവികളും ശ്വസനത്തിനായി ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. എല്ലാ ജീവികളും ശ്വസനത്തിനായി ഉപയോഗിക്കുന്ന ഓക്സിജനാണ്. ശ്വസന ഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ശ്വസന ഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ്
പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അപ്പം പകൽ സമയത്താണ് നമ്മുടെ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. സൂര്യൻ്റെ സൂര്യപ്രകാശം ഉള്ളതുകൊണ്ട് തന്നെ പകൽ സമയത്താണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. ആ സമയത്ത് എന്താ സസ്യങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡ് പ്രകാശ സംശ്ലേഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ അത് പുറത്തേക്ക് വിടുന്ന എന്താണ്? ഓക്സിജനാണ് പുറത്തേക്ക് വിടുന്നത്. അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഇലകളുടെ സസ്യങ്ങളുടെ അടുക്കള എന്ന് പറയുന്ന ഇലകളാണ്. ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇതിനായി ഇലകളിലെ പ്രത്യേക ഭാഗം വല്ലതും ഉണ്ടോ എന്ന് പരിശോധിക്കാം. നമുക്കറിയാം സ്റ്റൊമാറ്റ, നമ്മൾ ആസ്യരന്ധ്രങ്ങൾ എന്ന് പറയും. അതായത് വായു ആസ്യരന്ധ്രങ്ങൾ ഇതാണ് നമ്മുടെ സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റയിൽ കൂടെ ഇതുണ്ട്, ഇലകളിലെ ഒരു പോർഷൻ വലുതായിട്ട് മൈക്രോസ്കോപ്പിൽ കൂടെ കാണുന്ന പോലെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഈ ഇലകളിലെ കുഞ്ഞു കുഞ്ഞു തുളകളാണ്. അതിലൂടെയാണ് വാതക വിനിമയം നടക്കുന്നത്. അതായത് ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതും പുറത്തേക്ക് പോകുന്നതും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അകത്തേക്ക് വരുന്നു, പിന്നെ അത് ഫോട്ടോസിന്തസിസ് നടന്ന് ഓക്സിജനായിട്ട് പുറത്തേക്ക് പോകുന്നതും ഇലകളിലൂടെയാണ്. പിന്നെ നമ്മൾ എപ്പോഴും പറയും ഇലകളിലൂടെ മാത്രമാണ് സസ്യങ്ങളിൽ ഈ വായു അകത്തേക്ക് കിടക്കുന്നതൊക്കെ പറയും. പക്ഷേ ശരിക്കും നമ്മുടെ റൂട്ട്സ് വേരുകളിലൂടെയും വായു അകത്തേക്ക് ഇലകളിലേക്ക് കടക്കാറുണ്ട് കേട്ടോ. നമ്മളിവിടെ കൂടുതലായിട്ടും പറയുന്നത് ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതെന്നാണ്. പക്ഷെ എന്നാലും റൂട്ട്സിലൂടെ, അതായത് വേരുകളിലൂടെയും വായു സസ്യത്തിനകത്തേക്ക് കടക്കാറുണ്ട്. ഇലകളിൽ വെച്ചാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. സൂര്യപ്രകാശത്തിൻ്റെയും ജലത്തിൻ്റെയൊക്കെ സഹായത്തോടെ പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്ത് അതിനെ ഫോട്ടോസിന്തസിസ് വഴി ഓക്സിജൻ ആക്കിയിട്ട് പുറത്തേക്ക് വിടുന്നു. ഇനി നോക്കിക്കേ, കണ്ണുകൾ എന്താണ്? മൈക്രോസ്കോപ്പ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏത്? മൈക്രോസ്കോപ്പ്. ഇലകളിലുള്ള ഈ സൂക്ഷ്മ സുഷിരങ്ങൾ സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നു. ഇതിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. അപ്പോൾ ഈ സ്റ്റൊമാറ്റ വഴിയാണ്, അല്ലെങ്കിൽ ആസ്യരന്ധ്രങ്ങൾ വഴിയാണ് നമ്മുടെ വായു അകത്തേക്ക് കടക്കുന്നതും അതുപോലെ തന്നെ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറത്തേക്ക് തള്ളുന്നതും ഈ കുഞ്ഞു കുഞ്ഞു സുഷിരങ്ങൾ. ആ സുഷിരങ്ങൾക്ക് പറയുന്ന പേരെന്താ? സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റ വഴിയാണിത് പുറത്തേക്ക് പോകുന്നത്. ഇനി നോക്കിക്കേ, ഇവിടെ പകൽ സമയത്ത് നടക്കുന്ന പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഒരു പടമാണ് കൊടുത്തിരിക്കുന്നത്. രാത്രിയിലത്തെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറയും ഈ മുറിക്കകത്തൊന്നും ചെടികൾ വളർത്തരുതെന്നാണ് പറയുന്നത്. കാരണം ഈ രാത്രി സമയത്ത് പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ടോ? രാത്രി സമയത്ത് നമ്മുടെ ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല. കാരണം സൂര്യപ്രകാശം ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ഈ പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡാണ്. അതായത് ഓക്സിജൻ നമ്മുടെ സസ്യങ്ങൾ സ്വീകരിക്കുന്നു, പുറത്തേക്ക് വിടുന്ന മൊത്തം കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ നമ്മൾ ഈ റൂമിൽ ഇങ്ങനെ ചെടികൾ നിറച്ച് വെച്ചാൽ മൊത്തം കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ റൂമിൽ നിറയെ നമുക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് റൂമുകളിലൊന്നും നമ്മളിങ്ങനെ ഈ ചെടികളൊന്നും അധികം വെക്കരുത്. പിന്നെ ഈ നടുമുറ്റമൊക്കെ അങ്ങനത്തെ സിസ്റ്റമൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് എന്നൊക്കെ പറഞ്ഞ് വെക്കാറുണ്ട്. അല്ലാതെ നമ്മുടെ റൂമിൽ കുത്തി നിറച്ച് ചെടികളൊക്കെ വെക്കുന്നത് നമ്മുടെ ശ്വസനത്തിന് അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ പകൽ സമയത്താണെങ്കിൽ നോക്കിയാൽ ശ്വസനം, പ്രകാശ സംശ്ലേഷണം, കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് കയറുന്നു, പ്രകാശ സംശ്ലേഷണത്തിന് ശേഷം ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. ഇവിടെ ഒരു 2 ആരോയുണ്ട് കണ്ടോ. ഓക്സിജൻ പുറത്തേക്ക് പോകുന്ന ആരോയുണ്ട്, ഓക്സിജൻ അകത്തേക്ക് കയറുന്ന ആരോയുണ്ട്. അത് ഓർക്കണം. സസ്യങ്ങളായിക്കോട്ടെ മൃഗങ്ങളായിക്കോട്ടെ നമുക്ക് എല്ലാവർക്കും ശ്വസനത്തിന് ആവശ്യമായിട്ടുള്ളത് എന്താണ്? ഓക്സിജനാണ്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു. സസ്യങ്ങൾ എന്നിട്ട് പ്രകാശ സംശ്ലേഷണത്തിന് ശേഷം ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. അല്ലാതെ കാർബൺ ഡൈ ഓക്സൈഡ് അല്ല ശ്വസിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന ഒരു ഘടകമാണ് കേട്ടോ. അത് ഓർത്തിരിക്കണം, മാറിപ്പോലെ. അപ്പോൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടക്കുന്നു, രാത്രിയിൽ കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്തേക്ക് നമ്മുടെ സസ്യങ്ങൾ വിടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റൂമിലൊന്നും സസ്യങ്ങൾ അധികം വെക്കരുതെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആതിഥേയനും അതിഥികളും. ആതിഥേയനും അതിഥികളും ഈ ഒരു ടോപ്പിക്കും കൂടിയാണ് ഇനി പറയാനുള്ളത്. നമ്മുടെ അർത്ഥപരാധ സസ്യങ്ങൾ, പരാധ സസ്യങ്ങൾ, അങ്ങനെയുള്ളൊരു ടോപ്പിക്ക് കൂടെ പറയാനുണ്ട്. നിങ്ങൾ മടുത്തോ?
ഈ ഒരു ടോപ്പിക്കും കൂടെ പറയാനുള്ളൂ. ഇതോടെ പറഞ്ഞിട്ട് നിർത്തിയാൽ മതിയോ അതിപ്പോൾ നിർത്തണോ? ഹലോ, ഓക്കെ ആണോ? ഓക്കെ. എന്നാൽ ഈ ഒരു ടോപ്പിക്കൂടെ പെട്ടെന്ന് പറയാവേ. ഇവിടെ ഒരാണ്ട് ആതിഥേയനും അതിഥികളും. ഇവിടെ ഒരു മാവിൻ്റെ ചിത്രം തന്നിട്ട് ഞാൻ മാവ്, എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു. ഇനി മാവിൻ്റെ കൂടെ കുറച്ച് കൂട്ടുകാരും കൂടെ നിൽപ്പുണ്ട്. കൂട്ടുകാരൊന്നും പറയത്തില്ല, എന്നാലും കുറച്ച് പേരുണ്ട്. ഞാൻ ഇത്തിൽ കണ്ണി, ഞാൻ സ്വയം ആഹാരം നിർമ്മിക്കുന്നു, പക്ഷേ ജലവും ലവണവും ഈ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അവൻ ആഹാരം സ്വന്തമായിട്ട് നിർമ്മിക്കുന്നുണ്ട്, പക്ഷേ നമ്മളിപ്പം മാർക്കറ്റിൽ പോയി സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ അടുക്കളയിൽ ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന പോലെ അവൻ ആഹാരം സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ സാധനങ്ങളൊക്കെ നമ്മുടെ മാവിൽ നിന്നാണ് എടുക്കുന്നത്, ജലവും ലവണവും ഒക്കെ. ഇനി മരവാഴ, വേറൊരാൾ ഇവിടെ ഇരിപ്പുണ്ട്, ഇപ്പുറത്തെ സൈഡിലിരിക്കുന്നതാണ് മരവാഴ. മരവാഴ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വേണ്ട ആഹാരം ഞാനും സ്വയം നിർമ്മിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ഇരിക്കാൻ സ്ഥലം വേണം. അതിന് അവന് സ്ഥലം കൊടുത്താൽ മതി. സ്വന്തമായിട്ട് അവൻ ആഹാരമൊക്കെ നിർമ്മിച്ചോളും, പക്ഷെ അവന് സ്ഥലം കൊടുത്താൽ മതി. ഇനി വേറൊരാളുണ്ട്, മൂടില്ലാത്താളി. അവൻ ഭയങ്കര മടിയനാണ്. അതായത് ഞാൻ ആഹാരം നിർമ്മിക്കുന്നില്ല, എനിക്ക് വേണ്ട പോഷകഘടകങ്ങൾ ഞാൻ ഈ ചെടിയിൽ നിന്ന് വലിച്ചെടുക്കുമെന്ന്. അവൻ ആഹാരം നിർമ്മിക്കാനും പറ്റത്തില്ല, പുറത്തു പോയി സാധനവും മേടിക്കാൻ പറ്റത്തില്ല. അവൻ എവിടെയാണോ ഇരിക്കുന്നത് അവിടുന്ന് മൊത്തം കാര്യങ്ങളും വലിച്ചെടുക്കുക. അതാണ് നമ്മുടെ മൂടില്ലാത്താളി. അപ്പോൾ കണ്ടോ, 3 പേരെ കണ്ടില്ലേ? മാവാണെങ്കിൽ സ്വയം ആഹാരം നിർമ്മിക്കുന്നുണ്ട്, അവന് വേണ്ട എല്ലാ റൂട്ട്സിൽ ജലവും ലവണങ്ങളും എല്ലാം റൂട്ട്സ് വഴി ലഭിക്കുന്നുണ്ട്, അവൻ ഓക്കെയാണ്. ഇത്തിൽക്കണ്ണിയും മരവാഴയൊക്കെ ആണെങ്കിൽ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നുണ്ട്. പിന്നെ മരവാഴയ്ക്കാണ് ഇരിക്കാൻ ഒരിച്ചിരി സ്ഥലം കൊടുത്താൽ മതി, വേറെ ഉപദ്രവമൊന്നുമില്ല. ഇത്തിൽക്കണ്ണിയാണെങ്കിൽ ആഹാരം നിർമ്മിക്കുന്നുണ്ട്, പക്ഷേ മാവിൻ്റെ ജലവും ലവണവും ഒക്കെ വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് മാവിന് ചെറിയൊരു ഉപദ്രവകാരിയാണ്. അതുപോലെ തന്നെ മൂടില്ലാത്താളിയാണെങ്കിൽ ഭയങ്കര മടിയാണ്. കുഴിമടി എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. അവൻ ആഹാരം ഉണ്ടാക്കുന്നുമില്ല, ഒരു സാധനവും കൊണ്ടിരുത്തുമില്ല, ജലവും ലവണങ്ങളും എല്ലാം അവൻ ഇരിക്കുന്ന എവിടെയാണോ അവിടുന്ന് തന്നെ മൊത്തം വലിച്ചെടുക്കും. നോക്കിക്കേ, ഇതാണ് നമ്മുടെ മരവാഴ നിൽക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് റൂട്ട്സ് ഒക്കെ ഉണ്ട്, അത് ഈ ജലവും ലവണങ്ങളും ഒക്കെ വലിച്ചെടുക്കാനും പിന്നെ അതുപോലെ തന്നെ അതിനിങ്ങനെ ഇരിക്കാൻ ഇതൊക്കെ ഉണ്ട്. വൈറ്റ് കളറിലൊക്കെ ഉള്ള ഓർക്കിഡ്, അതെല്ലാം ഈ ഒരു എക്സാമ്പിൾ ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. നമ്മുടെ മരവാഴയുടെ കൂടെയൊക്കെ വരുന്ന നമ്മുടെ ഓർക്കിഡൊക്കെ. ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് കുറേ കുഞ്ഞു കുഞ്ഞു വേരുകളുണ്ട്, അതൊക്കെ ഈ മരത്തിൽ ഇങ്ങനെ പിടിച്ചിരിക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഇനി കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വലിയ വലിയ വേരുകളൊക്കെ ആണെങ്കിൽ അന്തരീക്ഷത്തിലുള്ള ഈർപ്പം വലിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്നു. വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. ഓർക്കിഡുകൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. അപ്പം മരവാഴയും ഓർക്കിഡും എന്തിന് ഉദാഹരണമാണ്? എപ്പിഫൈറ്റ്സിന് ഉദാഹരണമാണ്. അതായത് ഇവ ഫുഡ് സ്വന്തമായിട്ടുണ്ടാകും, ഫുഡെല്ലാം സ്വന്തമായിട്ടുണ്ടാകും, പക്ഷേ പറ്റിപ്പിടിച്ചിരിക്കാൻ കുറച്ച് സ്ഥലവും വേണം. പിന്നെ ജലവും ലവണങ്ങളും ഒക്കെ അതായത് അന്തരീക്ഷത്തിൽ നിന്നുള്ള ഈർപ്പം വലിച്ചെടുത്താണ് നമ്മുടെ മരവാഴ ഇരിക്കുന്നത്. അപ്പോൾ കട്ടി കൂടിയ വേരുകളാണ് അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ സഹായിക്കുന്നത്. വാസസ്ഥലം മാത്രം മതി ആർക്ക്? നമ്മുടെ മരവാഴയ്ക്കും ഓർക്കിഡിനും ഒക്കെ. അപ്പോൾ ഓർക്കിഡും മരവാഴ എന്തിന് എക്സാമ്പിളാണ്? എപ്പിഫൈറ്റ്സുകൾ. അത് ഓർത്തിരിക്കണം കേട്ടോ. എപ്പിഫൈറ്റ്സിന് എക്സാമ്പിളാണ് നമ്മുടെ മരവാഴയും ഓർക്കിഡും. വാസസ്ഥലത്തിനായിട്ട് മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ചെറിയ വേരുകൾ മരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കാനും കട്ടി കൂടിയ വേരുകൾ എന്തിനാ? അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാനും സഹായിക്കുന്നു. ഇനി മരവാഴയുണ്ട്, ഓർക്കിഡുണ്ട്, അതുപോലെ തന്നെ ഈ എപ്പിഫൈറ്റ്സിൻ്റെ അത് എക്സാമ്പിൾ വരുന്നതാണ് നമ്മുടെ പന്നൽ ചെടികൾ. ഒരു സൈസ് ഇലയില്ലേ പന്നൽ ചെടി എന്ന് പറയുന്നത്? ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു ഇല, നമ്മുടെ മരത്തെ കാണുന്ന പന്നൽ ചെടി, അത്. അപ്പോൾ ഈ പന്നൽ ചെടി, മരവാഴ, ഓർക്കിഡുകൾ ഇവ 3 എന്തിന് എക്സാമ്പിളാണ്? എപ്പിഫൈറ്റ്സുകൾക്ക് എക്സാമ്പിൾ. സ്വന്തമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിക്കോളും, ഇരിക്കാൻ മാത്രം ഒരിച്ചിരി സ്ഥലം കൊടുത്താൽ മതി. അപ്പോൾ അതാണ് നമ്മുടെ എപ്പിഫൈറ്റ്സിൻ്റെ പ്രത്യേകത. നിങ്ങൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ഓർത്തിരിക്കണം കേട്ടോ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, മാറിപ്പോരുത്. അപ്പോൾ കൂടുതൽ എക്സാമ്പിൾസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ എപ്പിഫൈറ്റ്സിൻ്റെ എക്സാമ്പിളാണ് പന്നൽ ചെടികളും മരവാഴയും നമ്മുടെ ഓർക്കിഡുകൾ. അവന് ഇരിക്കാൻ കുറച്ച് സ്ഥലം കൊടുത്താൽ മതി കേട്ടോ, അതൊന്ന് ഓർത്താൽ മതി. ഇനിയാണ് നമ്മുടെ ഇത്തിൽ കണ്ണി. ഇത്തിൽ കണ്ണി നോക്കിക്കേ, അതുണ്ടോ അതിൻ്റെ വേര്? ഇതുണ്ടോ? വേര് ഇങ്ങനെ ആ മരത്തിൻ്റെ കമ്പിൻ്റെ അകത്തോട്ട് തുളച്ച് കയറി എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഇത്തിൽ കണ്ണി ഇരിക്കുന്നത്. ഇത്തിൽ കണ്ണിയുടെ പ്രത്യേകത നോക്കിയേ, ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത്
ഇത്തിൽ കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇത്തിൽ കണ്ണി പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാദങ്ങൾ എന്ന് പറയുന്നു. ഇത് ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും പിന്നെ ലവണവും എടുക്കുന്നുണ്ട്. പിന്നെ അവൻ പക്ഷെ സ്വയം ആഹാരം നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ സാധനങ്ങളൊക്കെ അവൻ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് മൊത്തം വലിച്ചെടുക്കുക. അപ്പോൾ അതിനാൽ ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങളെ എന്ത് പറയും? അർദ്ധപരാഗ സസ്യങ്ങൾ എന്ന് പറയും. ഈ ഇത്തിൽക്കണ്ണി പോലെ തന്നെ ഇതിൻ്റെ കൂടെ എക്സാമ്പിൾ വരുന്നതാണ് ആര്? നമ്മുടെ ചന്ദനമില്ലേ, ചന്ദനം മരം. അതായത് ഈ ചന്ദനത്തിൻ്റെ വേരെന്ന് പറഞ്ഞാൽ അങ്ങ് നീണ്ടു കിടക്കുക. അപ്പോൾ ഈ ചന്ദനത്തിൻ്റെ ചുറ്റുമുള്ള ചെടികളിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള മരങ്ങളിൽ നിന്നല്ല ഇത് വലിച്ചെടുക്കും. അതിന് കിട്ടുന്ന വളമായിക്കോട്ടെ വെള്ളമായിക്കോട്ടെ എന്താണോ അത് ഈ ചന്ദനം വലിച്ചെടുക്കും. അപ്പോൾ അത് ഇതിൻ്റെ എക്സാമ്പിൾ. അതായത് ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽ കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇത്തിൽ കണ്ണി പോലുള്ള സസ്യങ്ങൾ അർദ്ധപരാഗ സസ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇത്തിൽ കണ്ണിയൊക്കെ നമ്മുടെ മാവിന് ദോഷകരമാണ്. കാരണം മാവിന് ലഭിക്കേണ്ട ജലവും ലവണമാണ് ഇത് വലിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ സാധനം മേടിച്ചുകൊണ്ട് വന്നിട്ട് ആ സാധനം മൊത്തം എടുത്ത് വേറൊരാൾ ഫുഡ് ഉണ്ടാക്കുന്ന പോലെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ ഇത്തിൽ കണ്ണിയും ചന്ദനവും ഒക്കെ എന്തിന് ഉദാഹരണമാണ്? നമ്മുടെ അർദ്ധപരാഗ സസ്യങ്ങൾ, അതായത് സെമി പാരസൈറ്റ്സിന് ഉദാഹരണമാണ് നമ്മുടെ ചന്ദനവും ഇത്തിൽ കണ്ണിയും. ഓർക്കിഡ്, മരവാഴ, പന്നൽ ചെടിയൊക്കെ ആയിരുന്നെങ്കിലോ അതെല്ലാം എപ്പിഫൈറ്റ്സ്. അതായത് ആർക്കും വലിയ ഉപദ്രവമൊന്നുമില്ലേ, ഇരിക്കാൻ കുറച്ച് സ്ഥലം കൊടുത്താൽ മതി, സ്വന്തമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി പൊക്കോളും. അതാണ് നമ്മുടെ എപ്പിഫൈറ്റുകൾ. പിന്നെ ഇരിക്കാൻ സ്ഥലം കൊടുത്താലും അവൻ്റെ മൊത്തം വലിച്ചെടുത്തിട്ട് സ്വന്തമായിട്ട് അങ്ങ് ഫുഡ് ഉണ്ടാക്കുന്ന ആളാണ് നമ്മുടെ സെമി പാരസൈറ്റ്സ്, അർദ്ധപരാഗങ്ങൾ, ചന്ദനവും ഇത്തിൽ കണ്ണിയും വരുന്നത്. ഇനി മൂന്നാമത് വരുന്ന ആളാണ് നമ്മുടെ മൂടില്ലാത്ത ആൾ. ഇവൻ കിടക്കുന്ന കണ്ടോ? ആതിഥേയ സസ്യം, ഭയങ്കര മടിയന. ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷകഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷകഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാഗങ്ങൾ അഥവാ ടോട്ടൽ പാരസൈറ്റ്സ് എന്ന് പറയുന്നു. അപ്പോൾ മൂടില്ലാത്താളി എന്തിന് എക്സാമ്പിളാണ്? നമ്മുടെ പൂർണ്ണപരാഗങ്ങൾ, ടോട്ടൽ പാരസൈറ്റ്സിന് എക്സാമ്പിളാണ് മൂടില്ലാത്താളി. അതായത് അവന് മെനക്കെടാൻ കഴിയത്തില്ല. അതായത് ഞാൻ ഒരിടത്തും പോകത്തില്ല, ഒരു സാധനവും മേടിക്കത്തില്ല, ഞാൻ എവിടെയാണോ ഇരിക്കുന്നത് അവൻ്റെ മൊത്തം ഇങ്ങ് വലിച്ചെടുക്കും. അവനുണ്ടാക്കുന്ന ഫുഡ് തന്നെ ഞാൻ കഴിക്കുകയുള്ളൂ, അവൻ വേണ്ട സാധനമൊക്കെ ഉണ്ടാക്കിക്കോണം, അതായത് സാധനങ്ങളൊക്കെ മേടിച്ചോണം എന്നുള്ള രീതിയിലാണ് ഈ മൂടില്ലാത്താളി ഇരിക്കുന്നത്. അപ്പോൾ മൂടില്ലാത്താളി ഏതിന് എക്സാമ്പിളാണ്? നമ്മുടെ പൂർണ്ണപരാഗ സസ്യങ്ങൾ, അതായത് ടോട്ടൽ പാരസൈറ്റ്സ്. അതായത് ആദ്യത്തെ സസ്യത്തിൽ നിന്ന് പോഷകഘടകങ്ങൾ വലിച്ചെടുക്കുന്നു, അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല, അവൻ ഉപദ്രവകാരിയാണ് നമ്മുടെ മൂടില്ലാത്താളി. മൂടില്ലാത്താളി എന്തിന് എക്സാമ്പിളാണ്? പൂർണ്ണപരാഗ സസ്യങ്ങൾക്ക് എക്സാമ്പിളാണ്. അപ്പോൾ നോക്കിക്കേ, നമ്മൾ 3 തരത്തിലുള്ള സസ്യങ്ങൾ പഠിച്ചു. അതായത് അർദ്ധപരാഗങ്ങൾ, പൂർണ്ണപരാഗങ്ങൾ, പിന്നെ നമ്മുടെ എപ്പിഫൈറ്റുകൾ. ഇനി എപ്പിഫൈറ്റ്സ് ആണെങ്കിലോ, എപ്പിഫൈറ്റുകൾ ആർക്കെങ്കിലും ഉപദ്രവകാരികളാണോ? അല്ല. അവർക്ക് ഇരിക്കാൻ കുറച്ച് സ്ഥലം കൊടുത്താൽ മതി. ഇരിക്കാൻ സ്ഥലം വേണം, സ്വന്തമായിട്ട് ആഹാരം നിർമ്മിച്ചോളും, ഫുഡ് ഉണ്ടാക്കും. അവർക്കുള്ള എക്സാമ്പിൾസ് ആരൊക്കെയായിരുന്നു? നമ്മുടെ ഓർക്കിഡും മരവാഴയും. പിന്നെ ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ, പന്നൽ ചെടി അല്ലേ? പന്നൽ ചെടിയുണ്ട്. ഇതാണ് നമ്മുടെ എപ്പിഫൈറ്റ്സുകൾ. അവർക്ക് ഇരിക്കാൻ കുറച്ച് സ്ഥലം കൊടുത്താൽ മതി, സ്വന്തമായിട്ട് ആഹാരമൊക്കെ നിർമ്മിച്ചോളും. പിന്നെ അന്തരീക്ഷത്തിലുള്ള ഈർപ്പമൊക്കെ വലിച്ചെടുത്ത് സ്വന്തമായിട്ട് ആഹാരമൊക്കെ നിർമ്മിച്ച് അവിടെ ഇരുന്നോളും. ഓർക്കിഡ്, മരവാഴ, പന്നൽ ചെടി. ഇത് നമ്മൾ പറഞ്ഞതാണ് ഏത്? നമ്മുടെ സെമി പാരസൈറ്റ്സ് അല്ലെങ്കിൽ അർദ്ധപരാഗ സസ്യങ്ങൾ. സെമി പാരസൈറ്റ്സ് എന്ന് പറയും കേട്ടോ. ഇവരുടെ പ്രത്യേകത എന്താ? ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുക്കും. പിന്നെ അതുപോലെ തന്നെ സ്വന്തമായിട്ട് ആഹാരമൊക്കെ ഉണ്ടാക്കിക്കോളും, ഫുഡ് ഉണ്ടാക്കും. പക്ഷെ സാധനങ്ങളൊക്കെ വേറെ ഒരുത്തൻ്റെ ആന്നേ ഉള്ളൂ. ഫുഡൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കാറിയാം, പക്ഷെ സാധനങ്ങളൊക്കെ വേറെ ഒരുത്തൻ മേടിച്ചുകൊണ്ടൊക്കെ വന്നാൽ അല്ലെങ്കിൽ വേറെ ഒരുത്തൻ്റെ സാധനങ്ങളാണിത് എടുക്കുന്നത്. ഇതിന് എക്സാമ്പിൾ ആരൊക്കെയായിരുന്നു? നമ്മുടെ ഇത്തിൽ കണ്ണിയും പിന്നെ നമ്മുടെ ആരായിരുന്നു? ചന്ദനവും. ഇതാണ് അർദ്ധപരാഗ സസ്യങ്ങൾക്ക് എക്സാമ്പിളായിട്ട് വരുന്നത്.
ഇനി ഒരാളും കൂടെ ഉണ്ടല്ലോ, നമ്മുടെ പൂർണ്ണപരാഗ സസ്യം. ഏറ്റവും അവസാനത്തെ ആളാണ് നമ്മുടെ പൂർണ്ണപരാഗ സസ്യം. ടോട്ടൽ പാരസൈറ്റ്സ് ഞാൻ കുറുക്കൻ്റെ ഒക്കെ മേത്ത് എഴുതിയ കുറുക്കന് വിഷമമായാലും ഇവിടെ എഴുതാവേ. പൂർണ്ണപരാഗ സസ്യം, കാണാമല്ലോ അല്ലേ? പൂർണ്ണപരാഗ സസ്യങ്ങൾ അവയുടെ പ്രത്യേകത എന്താ? കുഴിമടിയൻ എന്ന് പറഞ്ഞാൽ കുഴിമടിയൻ ഓർത്താൽ മതി. അതായത് ആതിഥേയ സസ്യത്തിൽ നിന്നും മൊത്തം കാര്യങ്ങൾ, സ്വന്തമായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കത്തില്ല, ആതിഥേയ സസ്യത്തിലെ പോഷകഘടകങ്ങളെല്ലാം വലിച്ചെടുക്കും. പോഷകഘടകങ്ങൾ വലിച്ചെടുക്കും. ഇത് ഫുഡൊന്നും ഉണ്ടാക്കത്തില്ല കേട്ടോ, ഫുഡ് ഉണ്ടാക്കില്ല. ഞാൻ ഫുഡ് ഉണ്ടാക്കില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. ഫുഡ് ഉണ്ടാക്കില്ല, ഭയങ്കര മടിയനാന്ന് ഓർത്താൽ മതി. നമ്മുടെ പൂർണ്ണപരാഗ സസ്യം ഭയങ്കര മടിയനാണ്. അവൻ്റെ എക്സാമ്പിളാണ് ആര്? നമ്മുടെ മൂടില്ലാത്താളി. മൂടില്ലാത്താളി കിട്ടിയില്ലേ നമ്മുടെ 3 ആൾക്കാരെ? നിങ്ങളിങ്ങനെ എഴുതുമ്പോൾ ആരമാർക്കിട്ട് ഇങ്ങനെ തലകുത്തിയൊന്നും എഴുതല്ലേ, നേരെ എഴുതണേ. എപ്പിഫൈറ്റുകൾ ഇരിക്കാൻ സ്ഥലം കൊടുത്താൽ മാത്രം മതി, അവർ ഫുഡൊക്കെ ഉണ്ടാക്കിക്കോളും. അതിൻ്റെ എക്സാമ്പിളാണ് ഓർക്കിഡ്, മരവാഴ, പന്നൽ ചെടി. അർത്ഥപരാഗ സസ്യങ്ങളാണെങ്കിൽ അത് ഇരിക്കുന്നത് എവിടെയാണോ അതിൻ്റെ ജലവും ലവണമൊക്കെ വലിച്ചെടുക്കും, സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതിന് എക്സാമ്പിളാണ് നമ്മുടെ ഇത്തിൽക്കണ്ണി, പിന്നെ ചന്ദനം. പിന്നെ പൂർണ്ണപരാഗ സസ്യങ്ങളാണെങ്കിൽ അത് കുഴിമടിയൻ്റെ അങ്ങേയറ്റമാണ്. അതായത് ആതിഥേയ സസ്യത്തിലെ മൊത്തം കാര്യങ്ങൾ ഇങ്ങ് വലിച്ചെടുക്കും, ഫുഡൊന്നും ഉണ്ടാക്കത്തില്ല. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ മൂടില്ലാത്താളി. അപ്പോൾ ഈ മൂടില്ലാത്താളി ഏത് സസ്യത്തിൽ ഇരുന്നാലും ആ സസ്യത്തിന് അത് ഉപദ്രവകാരിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്മൾ ആദ്യം കണ്ട നമ്മുടെ ആവാസ വ്യവസ്ഥ, ഫുഡ് വെബ് കണ്ടു, ഫുഡ് ചെയിൻ കണ്ടു. ഏറ്റവും ആദ്യത്തെ ഉൽപ്പാദകരെന്ന് പറയുന്ന ആരാ? നമ്മുടെ സസ്യമാണ്. പിന്നെ നമ്മുടെ ഫോട്ടോസിന്തസിസിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് സൂര്യപ്രകാശം, ജലം എന്നതിൻ്റെ സഹായത്തോടെ കാർബൺ ഡൈ ഓക്സൈഡ് ഇലകളിലേക്ക് പ്രവേശിച്ച് ഫോട്ടോസിന്തസിസ് വഴി ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. ആ കാര്യങ്ങൾ കണ്ടു. പിന്നെ ഇലകൾക്കുള്ള വർണ്ണങ്ങൾ കണ്ടില്ലേ? അതിനൊരു കോഡ് പഠിച്ചില്ലേ? മസാല ഓക്കെ അച്ഛാ, അത് പഠിക്കണം കേട്ടോ. ഞാൻ ആ കോഡും കൂടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഈ ഫുഡ് ചെയിന്, ഫുഡ് വെബ്, ഒന്നാമത്തെ കണ്ണി, അവസാനത്തെ കണ്ണി, അത് ആരൊക്കെയെന്നുള്ളത് അത് ഓർത്തിരിക്കണം. നമ്മൾ ഇലകളുടെ ഇത് പഠിച്ചില്ലായിരുന്നോ? എന്താ ഓൾട്ടർനേറ്റ് ഫിലോടാക്സി, ഓപ്പോസിറ്റ് ഫിലോടാക്സി, പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നല്ലോ വോൾഡ് ഫിലോടാക്സി, സർപ്പിള വിന്യാസം എന്ന് പറയുന്നൊരു കാര്യം കൂടെ പഠിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് അത് ഉറപ്പായിട്ടും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അതെവിടായിരുന്നു? താഴെ. അതും ഓർത്തിരിക്കേണ്ട കാര്യം കേട്ടോ. അതിൻ്റെ എക്സാമ്പിൾസും അതിൻ്റെ ആ പ്രത്യേകതകൾ അത് ഞാൻ ഗ്രൂപ്പിലിട്ടേക്കാം. ഓൾട്ടർനേറ്റീവ് ഫിലോടാക്സി, ഏകാതര വിന്യാസം, ചെമ്പരത്തി, പ്ലാവ്, മാവ്, സപ്പോട്ടയൊക്കെ. എതിർ വിന്യാസമാണെങ്കിൽ കാപ്പി, തെച്ചി, പേരയൊക്കെ. പിന്നെ നമ്മുടെ സർപ്പിള വിന്യാസമാണെങ്കിൽ ഏഴിലാം പാല, കോളാമ്പി, അരളി, എരിക്കിൻ്റെ ഇലയൊക്കെ. പിന്നെ നമ്മളിപ്പോൾ അവസാനം കണ്ട നമ്മുടെ ഏതാ സസ്യങ്ങൾ? 3 തരത്തിൽ: അർത്ഥപരാഗ സസ്യങ്ങൾ, പൂർണ്ണപരാഗ സസ്യങ്ങൾ, എപ്പിഫൈറ്റുകൾ. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് അതിൻ്റെ പ്രത്യേകതകളും ഓർത്തിരിക്കണം കേട്ടോ. ഇതാണ് ഈ ഒരു യൂണിറ്റിൻ്റെ അകത്ത് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ സൊമാറ്റോ, അത് ഓർത്തിരിക്കണേ. അല്ലേ സൊമാറ്റോ അല്ലല്ലോ, സ്റ്റൊമാറ്റോ ഓർത്തിരിക്കണേ. സൊമാറ്റോ നമ്മുടെ മറ്റേ ഫുഡ് കൊണ്ടുവരുന്നല്ലേ, സ്റ്റൊമാറ്റോ ആട്ടോ. സ്റ്റൊമാറ്റോ ഓർത്തിരിക്കണേ. എന്താ? വായു ഇലകളിലേക്ക് അകത്തേക്ക് പ്രവേശിക്കുന്നതും ഓക്സിജൻ പുറത്തേക്ക് പോകുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. അപ്പോൾ അതും ഓർത്തിരിക്കണം, ആ ഒരു പേര് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിലുള്ളത്. പിന്നെ നമുക്ക് അടുത്ത യൂണിറ്റിൽ പകർച്ചവ്യാധികളൊക്കെ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഉണ്ടോ? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഞാൻ ഈ ടെക്സ്റ്റ് ബുക്ക് ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. ഇതുകൊണ്ട് ഇത് നമ്മൾ ആ പറഞ്ഞ വാതക വിനിമയത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അന്തരീക്ഷ വായു, എന്താ ഇലകളിൽ, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ ശ്വസിക്കുന്നതിന് എടുക്കുന്ന എപ്പോഴും ഓക്സിജനാണ്. അത് ക്വസ്റ്റ്യൻ നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കരുത്, അത് ഓർത്തോണം കേട്ടോ. പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നത് മാത്രമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ശ്വസിക്കുന്നത് എപ്പോഴും ഓക്സിജൻ തന്നെയാണ്, പുറത്തേക്ക് വിടുന്നതും ഓക്സിജനായിട്ട്, അത് ഓർത്തിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ തവളകളുടെ എണ്ണം കുറഞ്ഞാൽ എന്താ പ്രശ്നം വരിക? നമ്മൾ പറഞ്ഞായിരുന്നു, ഭക്ഷ്യശൃംഖലാജാലയിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ എണ്ണം കുറഞ്ഞാൽ അത് ബാക്കിയുള്ള എല്ലാത്തിനെയും അഫക്റ്റ് ചെയ്യും കേട്ടോ. അതായത് സസ്യം, പുൽച്ചാടി, കൊതുക്, പാറ്റ, ഇതെല്ലാം, ഇത് കൊതുകൊക്കെ പെരുകും, അല്ലെങ്കിൽ അതിനെ കുഞ്ഞു കുഞ്ഞു പ്രാണികൾ കഴിക്കുന്നുണ്ടാകും. പക്ഷേ തവളകളുടെ എണ്ണം കുറഞ്ഞു പോയാൽ അത് ഇപ്പുറത്തേക്ക്, അത് പുറകിലേക്കുള്ളതിനെ അഫക്റ്റ് ചെയ്യും, ഫ്രണ്ടിലേക്കുള്ളതിനെ അഫക്റ്റ് ചെയ്യും. അത് ഞാൻ പുറകിലേക്കുള്ള ഉദ്ദേശിച്ചത് ഇങ്ങനെ എന്താ, ഇതിനെ തവളയെ കഴിക്കുന്ന പാമ്പ്, വാമ്പയെ കഴിക്കുന്ന കഴുകൻ, അതിനെ അഫക്റ്റ് ചെയ്യും.
ഫ്രണ്ടിലേക്കുള്ളതാണെങ്കിൽ പുൽച്ചാടി, കൊതുക്, പാറ്റ, സസ്യങ്ങൾ അതിൻ്റെ എല്ലാം എണ്ണം കൂടും. അതും ആ രീതിയിൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ആഹാര ശൃംഖലാജാലകത്തിലെ ഒരെണ്ണത്തിൻ്റെ എണ്ണത്തിൽ എന്തെങ്കിലും കുറവ് വന്നാൽ അത് ബാക്കിയുള്ള എല്ലാത്തിനെയും അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ആർക്കെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ ആണോ? ഞാൻ ഇതിന് നോട്ട് ചെയ്യാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സയൻസ് ആണ് ടെക്സ്റ്റ് ബുക്ക് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടോളാം. ചാപ്റ്റർ നന്നായിട്ട് വായിക്കണം കേട്ടോ. പിന്നെ ജനറലായിട്ടുള്ള കാര്യങ്ങൾ പത്രത്തിലൊക്കെ ഡെയിലി വരുന്ന ഇതെല്ലാം നോക്കുക. പിന്നെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് നോക്കുക കേട്ടോ. പിന്നെ നമ്മുടെ DLEDൻ്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്കില്ലേ സയൻസ്, അതും ക്ലാസ് എടുത്ത് പോവും. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചു. അപ്പോൾ അന്നുള്ള ടോപ്പിക്ക് അന്ന് തന്നെ കവർ ചെയ്ത് പോകണേ. അല്ലെ പിന്നെ നമ്മൾ സയൻസും കൂടെ ആയതുകൊണ്ട് പിന്നെ അത് ടച്ച് വിട്ട് പോയാൽ പാടാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത ദിവസം കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ ഓക്കെ, താങ്ക് യു. ചാച്ചാ ഇതെങ്ങനെയാണ് ഓഫ് ചെയ്യുന്നത്? ഇതോ